തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDFന്റെ മക്കളേക്ക് കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി UDFിൽ നിന്ന്. അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ? ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാബാണ്. അപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? ആ നിലപാടിൽ തന്നെയാണ്, ഉറച്ചാണ്. അതുകൊണ്ട് ആ അജണ്ട, അങ്ങനെ ഒരു അജണ്ട, ഒരു നരേറ്റീവ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ നമ്മൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. ഒരു സമയത്ത് നമ്മളത് പറഞ്ഞിട്ടില്ല. ഇനി കേരള കോൺഗ്രസ് പാർട്ടി വന്നാലും സ്വീകരിക്കില്ല അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതിലൊന്നും ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. ആ ചോദ്യമൊക്കെ വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറയണ്ട. ഞങ്ങൾ ആരും പറയാത്ത, ഞങ്ങൾ ഒരു പാർട്ടിയെ കുറിച്ചും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതാണ് ആദ്യം കേട്ടത്. പിന്നീട് ജോസ് കെ മാണി നിലപാട് അറിയിച്ച ശേഷം ഇന്ന് VD സതീശനോട് ഇതേ കാര്യം ചോദിച്ചപ്പോൾ വിസ്മയം ഒട്ടുമില്ല. വിസ്മയം വിസ്മായമായി മാറിയ കാഴ്ച. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് കുട്ടിഘോഷിച്ച വിസ്മയം വെറും ഒരു വിസ്മയം ആയി മാറുകയാണോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ നേട്ടം കണ്ട് കനകോലു 85 സീറ്റ് കുറിച്ചു നൽകിയപ്പോൾ ആവേശത്തിന് 100 തികച്ച VD സതീശൻ്റെ കണക്ക് പുസ്തകം ഇപ്പോൾ കാറ്റുപോയ ബലൂൺ പോലെയായിരിക്കുന്നു. LDF ഘടകകക്ഷികളെ റാഞ്ചാനിറങ്ങിയവർക്ക് സ്വന്തം പാളയത്തിലെ വിള്ളലുകൾ അടയ്ക്കാൻ പോലും കഴിയാത്ത ഗതികേടാണ് ഇപ്പോൾ. ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കോൺഗ്രസ് നേതൃത്വത്തിനുള്ള അവിശുദ്ധ ബന്ധം പുറത്തു വന്നതോടെ UDF പ്രതിരോധത്തിലായിരിക്കുകയാണിപ്പോൾ. സഖാക്കളെ പ്രതിക്കൂട്ടിലാക്കാൻ പാരഡി പാടിയവർക്ക് പോറ്റി സോണിയാഗാന്ധിയുടെ വസതിയിലെത്തിയ ചിത്രങ്ങൾ ഇപ്പോൾ വിഴുങ്ങാനും വയ്യ, തുപ്പാനും വയ്യ എന്ന അവസ്ഥയുണ്ടാക്കുന്നു. വയനാട്ടിൽ വീട് വയ്ക്കാൻ പിരിച്ച കോടികൾ എവിടെ പോയി എന്ന ചോദ്യത്തിന് പഞ്ചാബി ഹൗസിലെ ഗംഗാധരൻ്റെ കണക്ക് പോലെ പരസ്പര വിരുദ്ധമായ മറുപടികൾ മാത്രം. കേരള കോൺഗ്രസും RJDയും മുഖത്ത് നോക്കി നോ പറഞ്ഞതോടെ UDFൻ്റെ വിസ്മയ ഒരുക്കൽ പാതി വഴിയിൽ തട്ടിത്തടഞ്ഞ് വീഴുകയാണ്. ഇന്നത്തെ ചർച്ചാ വിഷയം വിസ്മയം ശരിക്കും വിസ്മയമായി മാറിയോ എന്നാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം N ശ്രീകുമാർ, താങ്കളോട് ചോദിക്കട്ടെ. വിസ്മയം, അങ്ങനെ മലയാളത്തിലൊരു വാക്കുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഒരു വാക്ക് ഇപ്പോൾ സംഭാവന ചെയ്യുന്നതിന് കേരളത്തിലെ പ്രതിപക്ഷം അവരുടെ ചെയ്തികൾ കാരണമാക്കി മാറ്റിയിട്ടുണ്ടോ? ഡോക്ടർ ലാൽ, നിങ്ങൾ ഏത് വാക്കിട്ടാലും അതിൽ അർത്ഥമുണ്ടോ ഇല്ലേ എന്നുള്ള ഒന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. അത് നിങ്ങൾക്ക് ആവശ്യം പോലെ എടുത്തിട്ട് ഉപയോഗിക്കാം. കാരണം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയ ഒരു മുന്നണിക്ക് വേണ്ടി, ആ മുന്നണിയുടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യ പാർട്ടിയുടെ ചാനലെന്ന നിലയ്ക്ക് പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും ഒക്കെ വാക്കുകൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനൊന്നും അർത്ഥമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാ കാര്യത്തിലും അർത്ഥം ഉണ്ടായിട്ടല്ലല്ലോ നമ്മൾ പറയുന്നത്. നിങ്ങളുടെ ഉദ്ദേശം മാത്രം വ്യക്തമായാൽ മതി. അതായത് കേരള കോൺഗ്രസിനെയും അതുപോലെ RJDയും ഒക്കെ കോൺഗ്രസ് മറുകണ്ഠം ചാടാനായിട്ട് പ്രേരിപ്പിക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു എന്നതാണ് അതിൻ്റെ മൊത്തം ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ VD സതീശൻ ആദ്യവും ഇപ്പോഴും പറഞ്ഞതൊന്നും ഒരു മാറ്റവും ഇല്ല. പിന്നെ ഓരോ സമയത്തും ഓരോ വാക്കിൽ നിന്നും വ്യത്യാസം പിടിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. കേരള കോൺഗ്രസ് ഇപ്പോൾ ഇടതു മുന്നണിയിലാണ്. അവർക്ക് UDFിലേക്ക് വരണമെങ്കിൽ വരാം. അവരുടെ വാതിൽ അടച്ചിട്ടില്ല. അവരെ സ്വാഗതം ചെയ്യും. ഇതൊരു സാമാന്യ മര്യാദയ്ക്ക് എല്ലാവരും പറയുന്നതാണ്. അത് കേരള കോൺഗ്രസ് ഉൾക്കൊണ്ടിട്ട് അവരും പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ വിശാല മനസ്ഥിതിയാണ്, UDF മാറിയത് കൊണ്ടാണ് എന്നൊക്കെ അവരും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമില്ല. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് LDFിലെ 2 ഘടകകക്ഷികൾക്ക് ഇങ്ങനെ ഒരു മനംമാറ്റം തോന്നും എന്ന വിധത്തിൽ ചർച്ചയാകാൻ കാരണമെന്നുള്ളതാണ്.
എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അടുത്ത തവണ UDF 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗവും അതുപോലുള്ള മറ്റ് പ്രത്യാശകളുമാണ്. അവിടെയാണ് ഇവിടെ UDF വിസ്മയം കാണിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു എന്ന് നിങ്ങളുടെ വാദത്തെ ചോദ്യം ചെയ്യുക. എങ്ങനെയാണ് ചോദ്യം ചെയ്യുക? ഈ വിസ്മയം എന്ന് പറഞ്ഞാൽ ഞാൻ മിനിങ്ങാന്നത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു, അതൊരു ട്രെൻഡാണ്. ആ ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുകയാണെന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് CPM അവരുടെ താഴെ തട്ടിലേക്ക് ഇറക്കിയ സർക്കുലർ. ആ സർക്കുലർ പറഞ്ഞാൽ എന്താണ്? പാർട്ടി പ്രവർത്തകരും നേതാക്കളുമൊക്കെ വീടുകളിൽ പോകണം, വീടുകളിൽ പോയിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോൾ മാന്യത പാലിക്കണം, തട്ടിക്കയറരുത്, ഇടയ്ക്ക് വെച്ച് കയറി പറയരുത്, പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേൾക്കണം എന്നൊക്കെ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്, ഗോവിന്ദ മാസ്റ്റർ ക്ലാസ്. ആ ക്ലാസ് എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഇത്രയും കാലം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കണമല്ലോ കൊടുത്തത്. അല്ലെങ്കിൽ സ്ഥിരമായി തുടർന്ന് വരുന്നതാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അഹങ്കാരമൊന്നും പാടില്ല എന്നുള്ളൊരു ആണ് അതിൻ്റെ സൂചന. അതൊക്കെ നല്ല കാര്യമാണ്. കാരണം പാർട്ടി പ്രവർത്തകർ ഞാൻ ഒന്ന് ഇടപെടുന്നത്, താങ്കൾ ആ ആദ്യ ഭാഗം വിശദീകരിച്ച് വ്യക്തമാക്കി കഴിഞ്ഞ് അടുത്ത ഭാഗത്തേക്കൊന്ന് കടന്നത് കൊണ്ട് ആദ്യ ഭാഗത്തെ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ പറഞ്ഞ വിസ്മയം എന്ന് VD സതീശൻ പറഞ്ഞ ഒരു കാഴ്ചയ്ക്ക് കാരണമായത് താങ്കൾ പറഞ്ഞതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നേട്ടം UDFിനുണ്ടായി എന്നൊരു പ്രതീതി ഉണ്ടായതും കണക്കുകൾ ഏതാണ്ട് UDFിന് വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയതും തന്നെയാണ്. അതിനുശേഷമാണ് പെട്ടെന്ന് UDFിൽ കോൺഗ്രസിൽ പ്രത്യേകിച്ച് ഒരു ഐക്യത്തിൻ്റെ പ്രതീതി ഉണ്ടായത്. അത് വയനാട്ടിൽ ലക്ഷ്യയിലേക്ക് നീങ്ങിയത്. കനകോലു അവിടെ നിന്ന് ഒരു ബ്രേക്കിംഗ് ന്യൂസിന് കാരണമായിട്ടുള്ള 85 സീറ്റ് വരെ ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണക്കുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിൽ നിൽക്കാതെ VD സതീശൻ 100 എന്ന സംഖ്യ കൊണ്ടുവന്നത്. പക്ഷേ അതും പറഞ്ഞതിന് ശേഷമുണ്ടായ വിസ്മയങ്ങളുടെ കണക്കെടുത്തപ്പോഴാണ് പണ്ട് സതീശൻ പറഞ്ഞതുപോലെ തന്നെയാണോ, വിസ്മയത്തിന് മുമ്പ് ചില വാക്കുകളൊക്കെ പറഞ്ഞു, പോറ്റിയെ കൊണ്ട് ചില പരാതികൾ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവന്നു, പോറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെ, പോറ്റിയുടെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് തന്നെ മോഷണം പോയ മുതൽ കണ്ടെത്തി. അവിടെ നിന്നാണല്ലോ ഒരു ഭാഗത്തൊരു പ്രശ്നം ഉണ്ടാകുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശബരിമല വഴി നേട്ടമുണ്ടാക്കുകയും പാരഡി ഉപയോഗിച്ചതും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ പാരഡി പാടാൻ പറ്റുന്നില്ല, എന്ന് പറയാൻ പറ്റുന്നില്ല, പാര വരെ എത്തുന്നില്ല. അപ്പോൾ അതാണ് അവസ്ഥ. ഒന്ന്. രണ്ടാമത്, ഘടകകക്ഷികൾ വരുമെന്ന് പറഞ്ഞിട്ട് 2 ഘടകകക്ഷികൾ മുഖത്ത് നോക്കി നോ പറഞ്ഞു. വിസ്മയമെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഐഷ പോറ്റിയെപ്പോലുള്ളവരെ കൊണ്ടുവന്ന് മുഖം രക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെയാണ് ഞാൻ വിശദീകരിച്ച് ഇത്രയും പറഞ്ഞത്. N. ശ്രീകുമാർ, ഇതാണോ വിസ്മയം എന്ന് ചോദിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് സതീശൻ വിസ്മയം എന്ന വാക്കേ കേട്ടിട്ടില്ല. നോക്കൂ, വിസ്മയം എന്നുള്ള വാക്ക് സതീശൻ നാളെയും പറയും, ഇന്ന് കേട്ടിട്ടുണ്ടാവില്ല, നാളെ പറയും. അതിലൊന്നും ഒരു മാറ്റവുമില്ല. ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിലെ 6 കോർപ്പറേഷനിൽ UDFന് ഉണ്ടായിരുന്ന ഒരൊറ്റ കോർപ്പറേഷനാണ്. അതിപ്പോൾ CPMലേക്ക് എത്തി. CPMൽ ഇപ്പോൾ ഒരൊറ്റ കോർപ്പറേഷനുള്ളൂ, UDFന് 4 കോർപ്പറേഷനുണ്ട്. അറിയാമല്ലോ, തിരുവനന്തപുരത്ത് UDFിൻ്റെ ഭരണത്തിൻ്റെ നേട്ടം കാരണം അത് BJP അവിടെ കൊണ്ടുപോവുകയും ചെയ്തു. ഇതാണല്ലോ നമ്മുടെ കേരളത്തിലെ മൊത്തം അവസ്ഥ. കോർപ്പറേഷൻ മാത്രം ഞാൻ പറയുകയാണ്. ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ 7 ജില്ലാ പഞ്ചായത്ത് വീതം 2 മുന്നണിക്കുണ്ട്, BJPക്ക് ഒന്നുമില്ല. ആ 7 വീതം ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും കൂടുതൽ ഡിവിഷനുകളിലുള്ള മുന്നണി UDF ആണ്. അതാണ് ആദ്യത്തെ കാര്യം. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഞാൻ വിവരിക്കുന്നില്ല, മുനിസിപ്പാലിറ്റിയുടെ ഒന്നും കാര്യം. കാരണം അവിടെയൊക്കെ ചില ഏറ്റക്കുറച്ചിലൊക്കെ കാണാം, ഡിവിഷൻ വാർഡ് തിരഞ്ഞെടുപ്പൊക്കെ ആണല്ലോ. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇതിൽ ഈ നേട്ടങ്ങൾക്ക് കാരണം ശബരിമലയാണ് എന്നും ആ പാരഡിയിലെ ആത്മവിശ്വാസമാണെന്നും പറഞ്ഞവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ആ പാരഡിക്ക് ഇപ്പോൾ എന്ത് പറ്റി? അതിൽ പറഞ്ഞ കണ്ടന്റിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന് തിരിച്ചടിയല്ലേ? അത് കോൺഗ്രസിന് അത് പറയാൻ പറ്റുമോ? താങ്കൾക്ക് ഈ ചർച്ചയിൽ അതേ കാര്യങ്ങൾ എടുത്തു പറയാൻ പറ്റുമോ? ഡോക്ടർ ലാലെ, നിങ്ങളിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം പാരഡി പാട്ട് ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം രാപകൽ സമരം ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്ത്. അന്ന് മുഴുവൻ അതിൻ്റെയാണ് പാടിയത്, രാത്രിയിലും പകലും അതിൻ്റെയാണ് പാടിയത്. ഇത് ദിവസം പാട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ കേരളത്തിൽ? ഇനി അടുത്ത തവണ അത് പാടും. ഇനിയിപ്പോൾ എന്നാ പാടേണ്ടത് വെച്ചാൽ അടുത്ത കോൺഗ്രസിൻ്റെ പരിപാടിക്ക് ആ പാട്ട് പാടും. അല്ല, ഒരു പാടുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഒരു താളം കിട്ടുമ്പോൾ അതങ്ങ് പാടി പോകാന്നുള്ളതല്ല. പക്ഷെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ മാറിയില്ലേ? ഇപ്പോൾ എവിടെയാണ്? ഇതാ നോക്കൂ, കോൺഗ്രസിലെ KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ പോറ്റി അവിടെ എത്തുന്നു എന്നാണ് കാര്യം. അത് കഴിഞ്ഞ് G. കാർത്തികേയൻ്റെ കാലഘട്ടം, ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടം. അത് കഴിഞ്ഞ് VS. ശിവകുമാറിൻ്റെ ദേവസ്വം മന്ത്രി എന്നുള്ള കാലഘട്ടം.
ഇതിനിടയ്ക്ക് ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ പോറ്റിയുമായിട്ടുള്ള ബന്ധം പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വന്ന് വാജി രൂപം ഉൾപ്പെടെ കൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടത്. ജി രാമൻ നായർ, MP ഗോവിന്ദൻ നായർ, പ്രയാർ ഗോപാലകൃഷ്ണൻ, പിന്നെ അജയ് തറയിൽ, ഇത്രയും കോൺഗ്രസ്സുകാരാണ്. പിന്നീടാണ് ചിത്രം അടൂർ പ്രകാശ്, ആൻഡ്രോ ആൻ്റണി, ഗോവർദ്ധൻ, ഭണ്ഡാരി ഇവരൊക്കെ കൂടി ചേർന്ന് സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രം, ഇപ്പോഴും വിശദീകരിക്കാത്ത ചിത്രം. ഇത് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് സാർ ഈ മ്യൂസിക്കൊക്കെ ഇടാം, പക്ഷെ ആ പാട്ടെങ്ങനെ പാടും? ആ പാട്ട് പാടിക്കൊണ്ടിരിക്കും. ലാലിപ്പോൾ പറഞ്ഞതൊക്കെ തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, ഒരു ഇടയ്ക്ക് പറയരുത്. അതായത് പോറ്റിയെ കയറ്റിയെ എന്നുള്ള പാട്ടും സ്വർണം കട്ടവരാരപ്പ സഹാക്കളാണേ അയ്യപ്പ എന്നുള്ള പാട്ടുമൊക്കെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും അതിന് മുമ്പും അതിന് ശേഷമാണ് ആ പാരഡിക്ക് കൂടുതൽ ഇത് കിട്ടിയത്. ഞാനൊക്കെ കേട്ട തിരഞ്ഞെടുപ്പിന് ശേഷമാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് എവിടെയെങ്കിലും പാടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ ഈ ധ്വജപ്രതിഷ്ഠയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ, അവിടെ ഈ നേതാക്കളുടെയൊക്കെ കൂട്ടത്തിൽ നിങ്ങൾ ഒരാളുടെ പേര് വിട്ടുപോയി കേട്ടോ, അത് ഞാനൊന്ന് പൂരിപ്പിക്കാം. ആ ആളുടെ പേര് ശ്രീ രാഘവൻ എന്നാണ്, P രാഘവൻ എന്നാണ് പേര്. അദ്ദേഹം CPM-ൻ്റെ നേതാവാണ്. പിന്നെ വേറൊരു കുമാരൻ എന്ന് പറഞ്ഞ CPM നേതാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ശ്രീ രാഘവൻ നിഷേധിച്ചു, അദ്ദേഹം അറിഞ്ഞിരുന്നില്ല, അത് അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും കൂടെ ചേർന്നിട്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നൊരു മാതൃഭൂമി ചാനലിൽ അന്നത്തെ ആ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രവും കാണാം. അത് ഞാൻ തർക്കിക്കുന്നില്ല, രാഷ്ട്രീയമല്ല, നടക്കട്ടെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലെ പോയൊക്കെ ചിത്രമൊക്കെ തിരഞ്ഞെടുപ്പിന് മുമ്പ് വന്നതാണ്. അത് ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാരഡി പാട്ട് വിനയായെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയാണ് വീണ്ടും ഈ പടം എടുത്തിട്ടത്. അപ്പോൾ ആ പടം എടുത്തിട്ടപ്പോൾ എങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന വീഡിയോയൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദ്യം വന്നപ്പോൾ അതങ്ങ് അവസാനിച്ചു. ഇനിയിപ്പോൾ അത് ഇടാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. പക്ഷേ സ്വർണ്ണക്കൊള്ള കേസ് മുഖ്യമന്ത്രി കൊടുത്തു, ആ വീഡിയോ നമ്മൾ കണ്ടു. അതൊരു ആംബുലൻസ് കൈമാറുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ സോണിയാഗാന്ധിയുടെ ചിത്രത്തെക്കുറിച്ച് ഇപ്പോഴും വിശദീകരണമില്ല സാർ. അത് താങ്കൾക്ക് ഇപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല. ആരാ അവിടെ അപ്പോയിൻമെൻറ്റ് വാങ്ങിക്കൊടുത്തതെന്ന് അറിയില്ല. അവിടെയാണ് KC വേണുഗോപാലിൻ്റെ കാലത്ത് 2004 പോറ്റിയുടെ വരവ് ഇവിടെ എന്തെങ്കിലും ബന്ധമുണ്ടോ, സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തിയതിൻ്റെ ബന്ധമുണ്ടോ എന്നൊക്കെ കേൾക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്നുണ്ട് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഞാനില്ല, മത്സരിക്കാനില്ല എന്നൊക്കെ KC വേണുഗോപാൽ പറയുന്നു. ഈ വാർത്തകളൊക്കെ വരുന്നു പേടിച്ചിട്ടാണോ എന്ന് ആരോ അനലൈസ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഇതൊക്കെ വരുന്നുണ്ട്, നമുക്ക് അതിലേക്ക് വരാം, ഞാൻ വരാം. വിസ്മയമായി മാറുന്നതിന് ഇതൊക്കെ കാരണമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. 10 ഒരു മിനിറ്റ് പൂർത്തിയാക്കട്ടെ. അതായത് ഞാൻ പറയുന്നതിന് ഒന്നാമത്തെ KC വേണുഗോപാലിൻ്റെ കാലത്തൊന്നും അല്ല പോറ്റി വന്നത്. 2004 എന്നുള്ളത് LDF ഉണ്ടാക്കി കൊണ്ടുവന്നാണ്. ഈ ശബരിമലയ്ക്ക് ആളുകൾ എല്ലാ കൊല്ലവും വരും, അത് 2001 വന്നു കാണും. പോറ്റി 1999 അയാൾ വന്നു കാണും. പക്ഷേ 2007 തൊട്ടാണ് അദ്ദേഹത്തിന് ഇക്കാര്യങ്ങൾ ഇടപെട്ടെന്ന് പറഞ്ഞത് CPM-ൻ്റെ നേതാവായ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറാണ്. 2007 അത് സ്ഥാപിച്ച് കിട്ടിയത്. അത് നിങ്ങൾ 2004 ആക്കിയിട്ട് കാര്യമൊന്നുമില്ല, അതവിടെ കിടക്കുകയാണ്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ ചർച്ച ഇങ്ങനെ 2004 തന്ത്രിയുമായിട്ടുള്ള ഇടപെടലാണ് അദ്ദേഹം അവിടെ വരുന്നത്. തന്ത്രിയുമായിട്ടുള്ള ബന്ധം വരുന്ന 2004 ദേവസ്വം മന്ത്രി ആരാണ്? തന്ത്രി മാത്രം വിചാരിച്ചാലാണോ രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ മന്ത്രിയുടെ പേരൂടെ പറയേണ്ടി വരുന്നതാണ്. മന്ത്രി KC വേണുഗോപാലാണ്. ലാലെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നോളൂ, എനിക്ക് വിരോധമില്ല. കാരണം വെച്ചാൽ നിങ്ങൾ CPM-ന് വേണ്ടി വാദിക്കുന്ന ചാനലിൽ പറഞ്ഞോളൂ. ഇനിയിപ്പോൾ 2001 AK ആൻ്റണിയെ കൊണ്ടുവന്ന് വെച്ചാൽ അതും പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ പോറ്റിയും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി പറഞ്ഞതും സ്വർണം ചെമ്പാന്ന് എഴുതി വെച്ചതൊക്കെ CPM-ന്റെ ഭരണസഭയിലാണ്. 2019 നിങ്ങൾ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച ഞാൻ പലതും നോക്കിയപ്പോൾ കടകംപള്ളി പറയണം, പത്മകുമാറിനെ പറയണം, ഈ മറ്റ് മന്ത്രിമാരുടെ പേരുകളൊക്കെ പറയണം എന്ന് പറയുമ്പോൾ ഇതേപോലെ 2000 പഴയതിലേക്ക് വരുമ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ അതുപോലെ കൊണ്ടുപോകണ്ടേ? രാഷ്ട്രീയ ബന്ധങ്ങൾ പറയണ്ടേ? അതേ ചോദിച്ചുള്ളൂ. നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ വേണ്ട, എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണം യുക്തി. തന്ത്രിയാണ് അത് മാത്രം പറഞ്ഞാൽ മതി. ഡോക്ടർ ലാലെ, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ കേൾക്കുന്നവർ വിചാരിക്കും നിങ്ങൾ പറയുന്നത് ശരിയെന്ന്. നിങ്ങൾ അതാണ് ഉദ്ദേശം എന്ന് എനിക്കറിയാം. പക്ഷേ 2017 എന്ന് പറയുന്ന അന്ന് ഭരിച്ചിരുന്ന ആരാണ്? പിണറായി വിജയനല്ലേ 2017 കേരളം ഭരിച്ചത്. പക്ഷേ ദേവസ്വം ബോർഡിലെ ദേവസ്വം ബോർഡ് പ്രയാർ ഗോപാലകൃഷ്ണൻ. ഞാൻ പറഞ്ഞു തരാം, ഞാൻ പറയട്ടെ, അവസാനിപ്പിക്കാൻ വേണ്ടിയേ ഇത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സമയം പോകും. അതെ 2016 പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ പഴയ ബോർഡിൻ്റെ കാലാവധി അവസാനിച്ചിരുന്നില്ല.
അപ്പോൾ ആ ബോർഡിലെ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റും അജയ് തെറിയിലെ മെമ്പറും CPM-ന്റെ ശ്രീ രാഘവനെയും കൂടി ഉൾപ്പെടുത്തി. അവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ സ്വർണ്ണ കൊടിമരം പുതുക്കിയപ്പോൾ അതിനുണ്ടായിരുന്ന കുതിര, അതായത് വാജിവാഹനം എന്ന് പറയുന്ന കുതിര, അതിനെടുത്ത് തന്ത്രിക്ക് കൊടുത്തു. അതിപ്പോൾ CPM പറയുന്നത് 2012 ഓർഡറിന് വിരുദ്ധമാണ്, ഉത്തരവിന് വിരുദ്ധമാണെന്നാണ്. 2012 ഓർഡർ കൃത്യമായി വായിച്ചാൽ മനസ്സിലാവും. അതായത് അത് കൃത്യം ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. 2012 ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഇത് ദേവസ്വത്തിൻ്റെ സ്വത്താണെന്നാണ്. അതിൽ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തു അത് പരിവർത്തനം ചെയ്യപ്പെടുകയോ അതല്ലെങ്കിൽ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് ഈ കൊടിമരത്തിൻ്റെ ഒരു വിശ്വാസികളുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, ഒരു കൊടിമരം മാറ്റുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ കൊടിമരം പിന്നെ ചൈതന്യമില്ലാതായിപ്പോയി, ഏതാണ്ട് ജഡസമാനമാണ്. അതുകൊണ്ടാണ് ഈ കൊടിമരത്തിലെ തേക്കൊക്കെ കത്തിച്ച് കളയുന്നത്. ഇവിടെ ഒരു കോൺക്രീറ്റ് കൊടിമരം ആയതുകൊണ്ട് ആ കൊടിമരം മാറ്റിയപ്പോൾ അതിൻ്റെ വാജിവാഹനം പുറത്തെടുത്തു, അത് കുതിര. ആ കുതിര ഈ മറ്റേ വിശ്വാസ സിദ്ധാന്ത പ്രകാരം ആ വാജിവാഹനത്തിൻ്റെ തേജസ് നഷ്ടപ്പെടും. ആ തേജസ് നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ അതവിടെ ഉപയോഗിക്കാൻ ക്ഷേത്രത്തിൽ പറ്റില്ല. അത് തന്ത്രിക്ക് കൊടുത്തു. ഇത് അവിടെ മാത്രമല്ല, 2017 വേറൊരു ഓർഡർ ഉണ്ട് ദേവസ്വത്തിൻ്റെ. 2017 ഏപ്രിലിൽ അങ്ങോട്ടൊരു ഓർഡറുണ്ട്. ആ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ ഒരു ശ്രീ ഭരദ്വാജ ക്ഷേത്രത്തിലേക്ക് ഇതുപോലൊരു ധ്വജത്തിൻ്റെ വാഹനത്തെ തന്ത്രിക്ക് കൈമാറണം എന്നുള്ള ദേവസ്വത്തിൻ്റെ ഉത്തരവാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോണ്ട്. അപ്പോൾ ഒരു ബോർഡിന് 2 ഉത്തരവ് പാടില്ല. ഞാൻ അതിലേക്ക് വരാം. താങ്കൾ പറഞ്ഞ വർഷങ്ങളുടെ കാര്യത്തിലൊക്കെ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. മാത്രമല്ല ഈ വാജി രൂപത്തിന്റെ കാര്യത്തിൽ അത് കീഴ്വഴക്കമാണെന്നാണ് അജയ് തറയിൽ പറഞ്ഞത്. അത് അങ്ങനെ കീഴ്വഴക്കം അനുസരിച്ച് തന്ത്രിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് എം രാജഗോപാലൻ നായർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് വന്നതായി മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അത് ആ ഉത്തരവേ ഞാൻ കണ്ടിട്ടില്ല അജയ് തറയിൽ പറയുന്നുണ്ട്. പറയട്ടെ, ഞാനും പറയട്ടെ സാർ. ഈ കാര്യത്തിൽ മാത്രം നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കോൺക്രീറ്റ് കൊടിമരത്തിന്റെ താഴെ ചിതലരിച്ചത് കൊണ്ട് അത് മാറ്റണം എന്നൊക്കെ ഒരു ദേവപ്രശ്നം വരുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് തന്ത്രി ആരോ ചൂണ്ടിക്കാട്ടിയപ്പോൾ മിണ്ടരുത് എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണ്ടേ? നമുക്ക് അതിന് സമയമില്ല. നമുക്കത് ആ രാഷ്ട്രീയം മാത്രമാണ്. രാഷ്ട്രീയമല്ല. നിങ്ങൾ ഒരു മിനിറ്റ്, ഒരു കാര്യം പറയുമ്പോൾ അത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇടപെട്ടിട്ട് അത് പൂർണ്ണമാക്കാൻ പറ്റാതെ വരുന്നത് മോശമാണ്, ബുദ്ധിമുട്ടാണ്. അതായത് ഈ ഓർഡർ പ്രകാരം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നും ഈ വാജിവാഹനം അത് മാത്രം ഞാൻ പറഞ്ഞു നിർത്താം, നിങ്ങൾ സമ്മതിക്കില്ല. ആ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയ ചടങ്ങിൽ അജയ് തറയിലും അന്നത്തെ മരിച്ചുപോയ പ്രയാർ ഗോപാലകൃഷ്ണനും CPM-ന്റെ ശ്രീ രാഘവനും ഉൾപ്പെടുന്ന മാത്രമല്ല ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷൻ അതിലുണ്ടായിരുന്നു. അത് ഹൈക്കോടതിയിൽ ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ പ്രശ്നവും തീർന്നതാണ്. അതാണ് ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് അതിനുള്ള അധികാരമുണ്ടെന്ന് മാത്രം സമ്മതിച്ചാൽ മതി. SIT അത് അന്വേഷിക്കേണ്ട, നമുക്ക് 2019 ശേഷമുള്ളത് മാത്രം അന്വേഷിച്ചാൽ മതി എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. നമുക്കിതെല്ലാം അന്വേഷിക്കണം. ഈ രാഘവൻ പിന്നീടാണ് വരുന്നത്. അതിനു മുമ്പുള്ള പഴയ പ്രസിഡന്റും അന്നുണ്ടായിരുന്ന ബാക്കി അജയ് തറയിൽ അംഗവും അതിനുശേഷം പുതുതായി നിയമിക്കപ്പെട്ട രാഘവനും ഒക്കെ എല്ലാം അറിഞ്ഞു എന്നൊക്കെ കൂട്ടിക്കൊഴിച്ച് താങ്കൾ പറഞ്ഞാൽ ആളിലതങ്ങ് വിശ്വസിക്കുമെന്ന് വിചാരിക്കരുത്. താങ്കൾ കാത്തിരിക്കും, ഞാൻ വരാം. അരുൺകുമാർ, വിസ്മയമാണോ ഈ കേൾക്കുന്നത്? ഇവിടെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ചില പുതിയ വാക്കുകൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംഭാവന ചെയ്യുകയാണ്. വാക്കുകൾ നേരത്തെ ഉണ്ട്, പക്ഷേ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി അദ്ദേഹം പറയുന്നത് ദിവസങ്ങൾക്കകം തന്നെ വെറും പൊള്ളയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് നാം കാണുന്നു. ഇപ്പോൾ അന്ന് പറഞ്ഞു ബോംബ് വരുമെന്ന് പറഞ്ഞ് വിരലിങ്ങനെ ആട്ടി ബോംബ് വരുമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ബോംബും വന്നതായിട്ട് നമ്മൾ കണ്ടില്ല. പല ബോംബ് ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു, പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ കയ്യിലിരുന്ന് പൊട്ടിപ്പോയതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ വിസ്മയം എന്നൊക്കെ വിസ്മയം എന്ന് പറഞ്ഞാൽ അത്ഭുതം, ആശ്ചര്യം എന്ന രീതിയിലാണ്. അതിൽ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ രാജ്യത്ത് നടന്നു. കാരണം വോട്ട് ചോരി എന്നെല്ലാം പറഞ്ഞ് രാജ്യത്ത് വലിയ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്ന് ആ പാവം രാഹുൽ ഗാന്ധി എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ചു. അങ്ങനെ ആകെ കിട്ടിയത് 61 സീറ്റിൽ മത്സരിച്ചിട്ട് 6 കോൺഗ്രസ് MLA-മാരാണ്. ആ 6 കോൺഗ്രസ് MLA-മാരും നേരെ NDA ക്യാമ്പിലേക്ക് പോയി NDAയുടെ ഘടകകക്ഷിയായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ ബീഹാറിൽ വട്ടപൂജ്യമാണ് കോൺഗ്രസിന്റെ സാഹചര്യം എന്നുള്ളത് എല്ലാവരും വിസ്മയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. അത് ഇങ്ങനെ കോൺഗ്രസിന് അധംപതിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഒരു ആശ്ചര്യം എല്ലാവർക്കും ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നത് നമുക്കറിയാമല്ലോ. അതേപോലെ ഇവിടെ ഇപ്പോൾ ആകെ 2 വിസ്മയം കാണിക്കാൻ നോക്കിയത് ശ്രീമതി ഐഷ പോറ്റിയുടെ കാര്യത്തിലാണ്. നമുക്കറിയാം ജീവിതത്തിന്റെ ഒരു 1/3 ഘട്ടം
അതും പാർലമെന്ററി രംഗത്ത് തന്നെ നിൽക്കാൻ ഈ പാർട്ടി അവസരം കൊടുത്ത് അവസാനം റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് പോയി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ 71 കമ്മിറ്റി യോഗം ചേരുമ്പോൾ അതിൽ ഒരെണ്ണത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ, ഏരിയ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ കഴിയാതെ ശേഷ ജീവിതം, രാഷ്ട്രീയ ജീവിതം ഞാൻ എൻ്റെ വീട്ടിൽ വിശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പോയ ആളെ തട്ടിക്കൂട്ടി പൊക്കിക്കൊണ്ടുവന്ന് ദേ വലിയ വിസ്മയം എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ അവർ വിശേഷിപ്പിച്ചോട്ടെ. അവരുടെ പണി വികസനം ചർച്ച ചെയ്യാനോ, ക്ഷേമ പദ്ധതികൾ ചർച്ച ചെയ്യാനോ, ഈ രാജ്യത്തെ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ, കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ സമരപ്രക്ഷോഭങ്ങളോ സംഘടിപ്പിക്കാനല്ല. മറിച്ച് LDFന്റെ ഘടകകക്ഷികളെ, LDFന്റെ ഭാഗമായി നേരത്തെ പ്രവർത്തിച്ച പാർലമെന്റേറിയന്മാരെ എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ശ്രമം അവർ വലിയ ഗവേഷണം നടത്തുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മാണി കോൺഗ്രസിന്റെ നേതാവ് ജോസ് കെ മാണി ഇന്നലെ പറഞ്ഞു, ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയതാണ്. ആ സമയത്ത് ഞങ്ങളെ ചേർത്ത് പിടിച്ചത് സഖാവ് പിണറായി വിജയൻ സഖാവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 5 വർഷം കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു രീതി ഞങ്ങൾക്കില്ല. ജനകീയ വിഷയങ്ങളിലെല്ലാം വളരെ കാര്യക്ഷമമായിട്ട് ഇടപെട്ടത് ഇടതുപക്ഷമാണ്. അതേപോലെ ഒരു പ്രതിപക്ഷം എന്ന രൂപത്തിൽ ഒരു കടമയും നിർവഹിക്കാതെ, ഒരു ജനകീയ വിഷയങ്ങളും ഏറ്റെടുക്കാത്ത പക്ഷമാണ് പ്രതിപക്ഷം, എല്ലാത്തിനെയും എതിർക്കുന്ന പക്ഷം എന്ന രൂപത്തിൽ അധംപതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ആ അധ്യായം എന്നേക്കുമായിട്ട് ക്ലോസ് ചെയ്യുന്നത് നാം കണ്ടു. ഇപ്പോൾ LDFന്റെ 3 ജാഥകൾ ആരംഭിക്കുന്നു. മധ്യമേഖലാ ജാഥയെ നയിക്കുന്നത് ജോസ് കെ മാണിയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 37 മണ്ഡലങ്ങളിൽ ഈ ജാഥ നയിക്കുന്നത് അദ്ദേഹമാണ്. അതിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നുണ പ്രചരിപ്പിച്ചും വ്യാജ വാർത്തകൾ ക്ഷമിച്ചും അതുപോലെ തന്നെ വിസ്മയം എന്നെല്ലാം പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് ഈ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെടാതെ, ജനകീയ വിഷയങ്ങളിൽ പ്രതികരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. അതുപോലെ തന്നെ CKP പത്മനാഭൻ, മുൻ MLA ആണ് CPMന്റെ LDFന്റെ. അദ്ദേഹത്തിന് 1 മാസം മുമ്പ് അസുഖവേളയിൽ സന്ദർശിച്ച കെ സുധാകരൻ സന്ദർശിച്ച ഒരു പടം എടുത്തുകൊണ്ട് CKP കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു, CPM വിട്ടിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ എന്തൊക്കെ തരികിട പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥ വിസ്മയങ്ങൾ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ഓരോരുത്തരായി അങ്ങ് BJP പാളയത്തിലേക്ക് പോകുന്നതാണ്. ഇന്ന് ഇന്ത്യൻ പാർലമെന്റിലുള്ള BJPയുടെ MPമാരിൽ 3-1 പേരും പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരാണ്. 10ഓളം സംസ്ഥാന മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് BJP ആയിട്ട് മാറിയത്. ഇപ്പോൾ വലിയ തരത്തിൽ ഈ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ രാജ്യത്ത് നിരവധി ഉയർന്നു വന്നു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർത്തുകൊണ്ട് അതിന്റെ പേര് മാറ്റി എന്നതാണ് ആദ്യം വിചാരിച്ചതെങ്കിൽ ആ പദ്ധതിയെ തന്നെ തകർക്കുന്ന കേന്ദ്ര വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോഴും ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി വിസ്മയം സൃഷ്ടിക്കുന്നത് ജർമ്മനിയിൽ കൃത്യമായിട്ട് ടൂറിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ്, ടൂറിസത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചായ കുടിച്ചുകൊണ്ടാണ് പാർലമെന്റിനകത്തും പുറത്തും ഉജ്ജ്വലമായിട്ടുള്ള സമരം ഉയർത്തിക്കൊണ്ടുവരേണ്ട സമയത്ത് പ്രിയങ്ക ഗാന്ധി പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം. ഇപ്പൊ KC വേണുഗോപാൽ പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുന്നത് വരെ ഞങ്ങൾ സമരം നടത്തും, എവിടെ ഇരുന്ന് കേരളത്തിൽ ഇരുന്ന് സമരം നടത്തും എന്നതാണ്. ഒരു ദേശീയ വിഷയത്തിൽ ഡൽഹി തലസ്ഥാനത്ത് ഒരു ഉജ്ജ്വലമായിട്ടുള്ള സമരം പോലും നടത്താൻ കഴിയാതെ അവർ 18 MPമാർ ചേർന്ന് പാട്ടും പാടി പാർലമെന്റിനകത്തും പുറത്തും പാട്ടുപാടി നടക്കുന്നത് നാം കാണുകയാണ്. അതുകൊണ്ട് വിസ്മയം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാനും കണ്ണിൽ പൊടിയിടാനും ശ്രമിക്കാതെ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് ഉയർത്തിക്കൊണ്ടുവരണം എന്നതാണ് ഒന്ന് പറയാനുള്ളത്. രണ്ടാമത് N ശ്രീകുമാർ വലിയ ആത്മവിശ്വാസത്തോടെ പറയുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ മുന്നേറ്റം സൃഷ്ടിക്കാൻ പോകുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടായി. അപ്പൊ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ, ഇവിടെ പൊളിറ്റിക്കൽ വോട്ട് വരുന്നത് ജില്ലാ പഞ്ചായത്തിലാണ്. 7 ജില്ലാ പഞ്ചായത്തിൽ LDFും 7 ജില്ലാ പഞ്ചായത്തിൽ UDFുമാണ്. ഈ 1.5 വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഞങ്ങൾക്ക് 6.37% വോട്ടിന്റെ വർധനവാണ് ഉണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 33.6% വോട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 39.97, 40% വോട്ടായിട്ട് മാറി. എന്നാൽ UDFന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 45.4% ഉണ്ടായിരുന്നത് ഇപ്പോൾ 2.19% കുറഞ്ഞ് 43.21% കുറഞ്ഞു. BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടായി, 19.40% വോട്ടുണ്ടായി. അത് 3.34% വോട്ട് കുറഞ്ഞ് 16.06, അതായത് BJPക്ക് 3.5% വോട്ട് കുറഞ്ഞു, UDFന് 2.5% വോട്ട് കുറഞ്ഞു, LDFന് 6.5% വോട്ട് കൂടി. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പൊളിറ്റിക്കൽ വോട്ട് കണക്ക് കൂട്ടുമ്പോൾ 17,35,715 വോട്ടിന്റെ വർധനവാണ് LDFനുണ്ടായത്. അതായത് ഇപ്പോൾ LDFന്റെ വോട്ട് വിഹിതം 84,01,085 UDFനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വോട്ട് കുറയുകയാണ് ഉണ്ടായത്. LDFും UDFും തമ്മിലുള്ള ആകെ വോട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ
ഏകദേശം 6 ലക്ഷത്തിൽ ശിഷ്ടം വോട്ട് മാത്രമാണ്. ആ 6 ലക്ഷത്തിൽ 5,91,000 വോട്ടിന്റെ വ്യത്യാസം മലപ്പുറം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലുമുണ്ട് വ്യത്യാസം. ഈ 2 ജില്ലകളിലെ വ്യത്യാസം കണക്കുകൂട്ടിയ ഏകദേശം 8.5 ലക്ഷത്തോളം വരും. ആകെ 6 ലക്ഷം വോട്ടാണ് LDF UDF തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസങ്ങളെല്ലാം മറികടക്കാൻ ഈ 3-3.5 മാസത്തെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഇപ്പോൾ എത്ര കണക്ക് കൂട്ടിയാലും നിങ്ങൾ ആകെ ലീഡ് ചെയ്യുന്നത് 89 മണ്ഡലങ്ങളിലാണ്. 110 മണ്ഡലങ്ങളിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ലീഡ് ചെയ്തത്. ഈ 1.5 വർഷം കൊണ്ട് നിങ്ങൾ 110-ൽ നിന്ന് 81 കുറഞ്ഞു. ഞങ്ങൾ 19-ൽ നിന്ന് നേരെ 57 ഉയർന്നു. വലിയ വർധനവാണ് ഞങ്ങൾക്ക് നിയമസഭാ മണ്ഡലത്തിന്റെ കാര്യത്തിൽ ലോകസഭയിൽ നിന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ കിട്ടിയത്. അതോടൊപ്പം തന്നെ 39 മണ്ഡലങ്ങളിൽ 10,000-ൽ താഴെ വോട്ടിന്റെ വ്യത്യാസമാണ്. 1000 വോട്ടിന്റെ വ്യത്യാസമുള്ള 3 മണ്ഡലം, 2000 വോട്ടിൽ താഴെ വ്യത്യാസമുള്ള 7 മണ്ഡലം, അങ്ങനെ 39 മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാവുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഗവൺമെന്റിന്റെ 10 വർഷത്തെ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട്, സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ വിശദീകരിച്ചുകൊണ്ട്, വൻകിട വികസിത രാജ്യങ്ങളെ വരെ പിന്നിലാക്കി നാം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട്, ജനങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ പോയി അവരെ നേരിട്ട് കണ്ട് സംസാരിച്ച് സംവദിച്ച് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഈ 39 മണ്ഡലങ്ങളുണ്ട് 10,000-ൽ താഴെ വോട്ടുള്ള ആ മണ്ഡലങ്ങളിലൊക്കെ മാറ്റം അനിവാര്യമാണ്. ഏതായാലും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മുന്നേറ്റത്തോടെ തന്നെ ഈ കേരളത്തിന്റെ ഭരണം നിലനിർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. നിങ്ങൾ വിസ്മയങ്ങൾ സ്വപ്നം കണ്ടു പോവുക, കൂടുതൽ സ്വപ്നങ്ങൾ കാണുക. ജനങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. ശരി, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇതിൽ ഏതാണ് വിസ്മയം എന്നിപ്പോൾ അതിശയിച്ചു പോവുകയാണ്. കുറേ കണക്കുകൾ അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഇപ്പോൾ പറഞ്ഞത് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ആ വിസ്മയങ്ങൾ എടുത്തു പറയാൻ പറ്റുന്ന ഇടതുപക്ഷം ഇവിടെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിസ്മയം, ബോംബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വിസ്മയം എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ വന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം അത് കേട്ടിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറയാം, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞോളാം എന്ന് അദ്ദേഹം ക്ഷോഭിച്ച് പറയുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയത്. വിസ്മയങ്ങൾ ഇങ്ങനെയാണോ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് സംശയം തോന്നുന്നൊരു ഒരു അവസ്ഥ കൂടിയുണ്ട് അദ്ദേഹം ആ പറഞ്ഞത് കേട്ടപ്പോൾ. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഈ വിസ്മയം എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ UDFുമായി ചേരുന്നതാണ് വിസ്മയമെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല. കാര്യം അതാണ് അവർക്ക് കാഴ്ചവെക്കാൻ പറ്റുന്ന വിസ്മയമെങ്കിൽ അവരുടെ പരിമിതി അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവും. നോക്കൂ, കേരളത്തിൽ ഇപ്പം CPIMൽ നിന്ന് കോൺഗ്രസ്സിലേക്കും കോൺഗ്രസ്സിൽ നിന്ന് CPIMലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്ന രാഷ്ട്രീയക്കാർ വളരെ കൂടുതലാണ്. സ്വാഭാവികമായി സാധാരണഗതിയിൽ CPIMൽ നിന്നുള്ള യാത്ര കുറവാണ്. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, കുറവാണ്. കേരളത്തിലെ കോൺഗ്രസ്സിൽ നിന്നും കുറവാണെന്ന് തന്നെ പറയാം. അതും അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിൽ നിന്ന് ഈ പറയുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുന്നത് പോലെ കോൺഗ്രസ് അത്രയും കേരളത്തിൽ പോകാറുമില്ല. ഇവിടെ കേരളത്തിൽ 3 പ്രാവശ്യം MLA ആയ, പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആയ ഒരു ഐഷ പോറ്റി, അവർക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്താണ് അതിൽ കൂടുതൽ കൊടുക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരാൾക്ക് അതിൽ കൂടുതൽ, നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ ഏറ്റവും ഷൈനിങ് സ്റ്റാർ എന്ന് CPMന് വിളിക്കാൻ കഴിയുന്ന ഒരാളാണ് ശൈലജ ടീച്ചർ, അല്ലേ? ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായി, ആദ്യമായിട്ടാണ് മന്ത്രിയായത്. അതിനു മുമ്പ് MLA ആയി. പുള്ളിക്കാരി 3 പ്രാവശ്യം MLA ആയെന്ന് എൻ്റെ കണക്കിലില്ല. എൻ്റെ രാഷ്ട്രീയ ഓർമ്മയിൽ 3 പ്രാവശ്യം ശൈലജ ടീച്ചർ MLA ആയിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടില്ല ശൈലജ ടീച്ചർ, എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ നോക്കൂ, ഒരു പാർലമെൻ്ററി സ്ഥാനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിനകത്തൊരു കുഴപ്പമുണ്ട്. നോക്കൂ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി അല്ലെങ്കിൽ CPMുമായി ഒരാൾക്ക്, ഒരു CPMകാരന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകാം. എന്നെ ഇല്ലാത്തത് ഇപ്പം ഈ CPM സഹയാത്രികൻ എന്ന് വിളിക്കുന്ന എന്നെ, എനിക്ക് CPMുമായി CPMൻ്റെ ആശയവുമായി പ്രശ്നങ്ങളുണ്ടാകത്തില്ലേ? ഉണ്ടാകാം, തീർച്ചയായും ഉണ്ടാകാം. ചില വിഷയങ്ങളിൽ അയ്യോ ഇത് ശരിയായില്ലല്ലോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ശരിയായില്ലല്ലോ, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷ് പറഞ്ഞത് ഇങ്ങനെ പോയത് ശരിയായില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടാകാം. അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷക്കാരനോ CPMകാരനോ അല്ലാതാകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതാ പറഞ്ഞത്, നമ്മുടെ ഐഡിയോളജിക്കൽ പൊസിഷനിങ് ഒരു സബ്ജക്റ്റ് മാറ്റർ മാത്രം എടുത്ത് നമ്മളെ വിലയിരുത്താൻ പറ്റില്ല. അത് വലിയ തെറ്റായി പോകും. നമ്മൾ ഓരോ വ്യക്തിക്കും, ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും, അത് പാർട്ടിക്കകത്ത് സംസ്ഥാന കമ്മിറ്റി ഇരിക്കുന്നവർക്ക് പോലും എതിരഭിപ്രായങ്ങൾ കാണും. പക്ഷേ അവർ പിന്നെ അവസാനം ഒന്നായിട്ട് ചിട്ടയായിട്ട്
പ്രവർത്തിക്കുന്നു. കോൺഗ്രസിനകത്താണെങ്കിലും അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് വിചാരിക്കാം. അവർ മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് പറയും. ഈ പറയുന്ന ഐഷ പോറ്റിക്ക് ഇതിൽ കൂടുതൽ കൊടുക്കാൻ അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താണ്? എനിക്ക് എൻ്റെ പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകണം. അവർ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ ഈ പറഞ്ഞ കാലയളവിൽ പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകണമല്ലോ. പോകണ്ടേ? പോയിട്ടില്ല. അപ്പം പോയിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് താല്പര്യം കണ്ണു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത്. നോക്കൂ, കോൺഗ്രസിലേക്ക് വരുന്നു, ഇമ്മീഡിയറ്റ്ലി അവർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർക്ക് വേണ്ടത് ഒരു സീറ്റാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒരു സീറ്റ് വേണ്ട ഒരാൾ സീറ്റ് വേണമെന്ന കണ്ണോടുകൂടി CPIMO ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുകയും അത് കഴിഞ്ഞ് അന്ന് സീറ്റ് കിട്ടത്തില്ലെങ്കിൽ അപ്പുറത്ത് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ട, അടിയുറച്ച് വേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം അവരെ കൊണ്ട് ഇടതുപക്ഷ ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നോക്കൂ, പരാജയപ്പെട്ടാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി സംസാരിക്കാനും അതിനെ മുന്നോട്ട് നയിക്കാനും പറ്റുന്ന ആൾക്കാരെ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് തോറ്റുപോയി കഴിഞ്ഞാൽ എന്നാൽ ഇനി എനിക്ക് പറ്റത്തില്ല ഈ പണി എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. തോൽവിയൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ പാർട്ടി തന്നെ ചിലപ്പോൾ മാറി നിൽക്കാൻ പറയും. മാറി നിൽക്കാൻ പറയത്തില്ലേ? പറയും. ആരെക്കുറിച്ചാണ് പറയാത്തത്? ഇപ്പോൾ AK ആൻ്റണി മാറി നിൽക്കുന്നു, അദ്ദേഹം എത്രയോ ഇപ്പോൾ ഇടപെടുന്നില്ല. മറ്റാൾക്കാർ ഇപ്പം രമേശ് ചെന്നിത്തല ഏതാണ്ട് മാറി നിൽക്കുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാര്യം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലെന്നല്ല ഉദ്ദേശിച്ചത്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അദ്ദേഹം ഏതാണ്ട് പുറത്തു പോയ അവസ്ഥയുണ്ട്. അങ്ങനെ എല്ലാ പാർട്ടിയിലും ഇല്ലേ? അപ്പം നിങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ഫ്രിഞ്ച് എലമെൻറ്റിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് വിസ്മയം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഒരവസരവാദിയെ ഇവിടുന്ന് അപ്പുറത്തേക്ക് എത്തിക്കുന്ന പ്രോസസ്സ് അത് വളരെ എളുപ്പമാണ്. നോക്കൂ, കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു അവസരവാദ രാഷ്ട്രീയമുള്ള ഒരാളെ അവിടുത്തെ പിണക്കുകൊണ്ട് ഇവിടുത്തെ ഒരു സ്ഥാനം കാണിച്ചുകൊണ്ട് കൊണ്ടുവരാൻ വളരെ സിമ്പിളാണ്. ഒരു അധികാരം ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര എളുപ്പം പറ്റും? അതുമാത്രമല്ല, നമ്മൾ അവിടെ ശരിക്കും അവരൊരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ, നോക്കൂ, കോൺഗ്രസിനകത്ത് ഒരാൾ പ്രശ്നം നേരിടുന്നു, അല്ലെങ്കിൽ CPIMനകത്ത് അവർ അടിയുറച്ചൊരു പ്രശ്നം നേരിടുന്നുണ്ട്, എന്നിട്ടാണ് അവർ പുറത്തു പോകുന്നതെങ്കിൽ ഈ പറയുന്നതിന് ന്യായമുണ്ട്. ഐഷ പോറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സംസ്ഥാനത്ത് നോക്കൂ, CPIM വിരുദ്ധമായ വാർത്തകൾ മാത്രം ചെയ്യുന്ന ചാനലുകളാണ് ഈ കേരളത്തിലുള്ളത്. ഈ പറയുന്ന ആ ചാനലുകൾ തന്നെ പറയുന്നു ഐഷ പോറ്റിയോട് CPIM കാണിച്ചത് മര്യാദയിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്, അവരോട് ഒരു നീതികേടും CPIM കാണിച്ചിട്ടില്ല എന്നാണ് വാർത്താ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന ലോക്കൽ ലെവലിൽ എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് വരുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ കോംപ്രമൈസ് ചെയ്ത് അപ്പുറത്ത് പോകുന്ന ആൾ പോട്ടെന്നേ. അവരെ ആരെ ഇവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? ഐഷ പോറ്റി പോയതുകൊണ്ട് ഇവിടെ ഏതാണ്ട് സംഭവിച്ചതെന്നാണോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒന്നും സംഭവിക്കത്തില്ല. ഒന്നും ആ ഐഷ പോറ്റിയെക്കാളും ശക്തിയുണ്ട് ഞാൻ പറയുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന അങ്ങനെ. കാര്യം ഐഷ പോറ്റിയെക്കാട്ടിലും ഇടതുപക്ഷം ഞാനാണ്. എന്നെ സംശയം എന്നാ? എനിക്ക് പൊന്നു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പുറത്ത് പോകത്തില്ല. ഇതാണ് അവിടുത്തെ ആദ്യത്തെ കാര്യം. 2, ഇവിടുത്തെ അടുത്തൊരു വിഷയം നോക്കൂ, ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം തൊട്ടേ എൻ്റെ കൺസിസ്റ്റൻറ്റ് സ്റ്റാൻഡ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷനെ തന്ത്രിയും കൂട്ടരും പറ്റിച്ചു തന്നെയാണ് ഞാൻ അന്നും പറയുന്നത് ഇന്നും പറയുന്നത്. കാര്യം ഈ നോക്കൂ, പല ആൾക്കാർ ശബരിമലയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആൾക്കാർ ആദ്യം തൊട്ടേ പറയുന്നൊരു കാര്യം, അവിടുത്തെ സന്നിധാനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി ഈ പറയുന്ന ബോർഡിൽ വെസ്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ പോലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തന്ത്രിയാണ് എന്നൊരു കാര്യം അവിടെ ആദ്യം തൊട്ടേ അവിടുത്തെക്കുറിച്ച് അറിയാവുന്ന, ഇപ്പോൾ പറയുന്ന ഒരു ശില്പി എന്ന് പറയുന്ന ഒരാളുണ്ട്, ഇപ്പോൾ ഒരു വിജിലൻസ് ഓഫീസർ സംസാരിക്കുന്നുണ്ട്, ഇവരൊക്കെ ആദ്യം തൊട്ടേ പറയുന്നതാണ്. ഇതേ കാര്യം നേരത്തെ തൊട്ടേ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. നോക്കൂ, ഇപ്പം നിങ്ങൾ ദ്വാരപാലക പ്രതിമ പൊളിച്ചോണ്ട് പോയി ആണല്ലോ, ഈ പൊളിച്ചോണ്ട് പോയത് ആൾക്കാർ കാണാതെ പൊളിച്ചോണ്ട് പോയതല്ല, അത് പുറത്ത് കൊണ്ടുപോയി എന്നുള്ളതൊരു പ്രശ്നമാണ്. ശരി, ആ പൊളിച്ചോണ്ട് പോയത് നാട്ടുകാരെ കാണിച്ച് അവിടെയുള്ള എല്ലാവരും അറിഞ്ഞുകൊണ്ടല്ലേ പുറത്ത് പോകുന്നത്, അല്ലാതെ പുറത്ത് പോകുമോ ഈ സാധനം? ഒരു മിനിറ്റ്സ് എഴുതി ഇന്ന ആള് അവിടുത്തെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആൾക്കാർ സർട്ടിഫൈ ചെയ്തിട്ടാണ് ഇത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതൊരു ഇറഗുലർ ആക്ഷൻ ആണെന്നാണ് ആദ്യം സത്യത്തിൽ ഹൈക്കോടതി പറഞ്ഞത്, തിരിച്ചു കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞത്. അതിനകത്തൊരു കള്ളത്തരം നടന്നിട്ടുണ്ടെന്നുള്ള ആദ്യം നമുക്ക് ഇൻഫറൻസ് ഇല്ല. അപ്പോൾ ഈ കൊണ്ടുപോയിരിക്കുന്ന സാധനം കള്ളമാണ്, പിന്നെ കള്ളം നടന്നു എന്നുള്ളത് നമ്മുടെ കണ്ടത്തിൽ പിന്നെ വരികയാണ്. ഇയാൾ സ്വർണം ഇതിനകത്തുനിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുക, ഈ മോഷ്ടിക്കാൻ ഇവരെല്ലാം ചേർന്ന് മോഷ്ടിച്ച മുതലാണെങ്കിൽ ഇത് ഇയാളെ കൊണ്ട് ഈ ലോകത്ത് മൊത്തം കൊണ്ടു നടക്കാനായിട്ട് ആരെങ്കിലും സമ്മതിക്കുമോ? കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, വാജിവാഹനത്തിൻ്റെ കാര്യത്തിൽ ഇത് എടുത്തു കൊടുത്തു, ഈ തന്ത്രി പറയുന്നത് എടുത്ത് കൊടുത്തു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലാതെ ഈ വാജിവാഹനം വിറ്റ് അജയ് തറയിൽ കാശ് മേടിച്ചെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല.
പക്ഷെ പ്രശ്നം നിങ്ങളോട് നമ്മൾ പറയുന്നത് ഈ പറയുന്ന വിഷയത്തിൽ ദേവസ്വം ബോർഡിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ എന്താണ് അവിടെ റെസ്പോൺസിബിലിറ്റി? ഒമിഷനാണ്. നിങ്ങൾ ചെയ്യേണ്ട സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ദേവസ്വം ബോർഡിന്റെ ആൾക്കാർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ ആൾക്കാരെല്ലാം പോയി കിടക്കുന്നത്. നോക്കൂ, പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് സ്വർണം ലഭിച്ചിട്ടില്ല. ഈ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ വീട്ടിൽ നിന്ന്, ആരുടെ വീട്ടിൽ നിന്നും സ്വർണം ലഭിച്ചിട്ടില്ല. അവർ പൈസ ഉണ്ടാക്കിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. അഴിമതിക്ക് ഡയറക്റ്റായിട്ട് അവരിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഒരു എവിഡൻസും നമ്മുടെ മുന്നിലില്ല. പക്ഷെ സംഭവിച്ചെന്താ? ഈ സാധനം പുറത്തു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് അവർ പുലർത്തേണ്ട ജാഗ്രത പുലർത്തിയില്ല. ഇത് പോയി കഴിഞ്ഞപ്പം ഈ സ്റ്റാറ്റ്യൂട്ടറി റെസ്പോൺസിബിലിറ്റി ഇവർക്ക് ചെയ്യാത്ത പക്ഷം, അവരൊരു ഒമിഷൻ വന്ന പക്ഷം നമ്മൾ IPC വരുന്ന ഒമിഷനും ഒരു ഒഫൻസായിട്ടാണ് എടുക്കുന്നത്. അതിന് മെൻസറിയ ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം, അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ആ റെസ്പോൺസിബിലിറ്റി ഇവർക്ക് ബാധകമല്ലേ? ഉറപ്പായിട്ട് ഇവർക്ക് ബാധകമാണ്. ഈ ഓരോ സാധനങ്ങളും പുറകോട്ട് പോയി എന്തെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നേ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ ചുമ്മാതെ ആൾക്കാരെ റെസ്പോൺസിബിലിറ്റി ചുമ്മാതെ കാർപ്പറ്റ് ബോംബ് ചെയ്യുക. CPM ആൾക്കാർ മൊത്തം ശബരിമലയിൽ നിന്ന് കട്ടുകൊണ്ട് പോയി എന്ന് പറയുന്നിടത്താണ് ആ പ്രശ്നം. അത് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുമ്പം ഒരു പൊതുപ്രവർത്തകരെ വല്ലാത്ത രീതിയിൽ സമൂഹത്തിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന, രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരെ എല്ലാം കള്ളന്മാരാക്കി പെട്ടെന്ന് നേട്ടം കൊയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അതിനകത്തൊരു ചെറിയ പ്രശ്നമുള്ളവരാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾക്കും ബാധകമായി വരും. ഇപ്പം നോക്കൂ, അജയ് തറയിലേക്ക് ഓടി നടക്കുക. ഞാൻ ആദ്യ ദിവസം സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ പറഞ്ഞെന്താ, സോണിയാഗാന്ധി ഇവിടുത്തെ സ്വർണം കട്ടുകൊണ്ട് പോയി അവർക്ക് കാശ് മേടിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ കുഴപ്പം സോണിയാഗാന്ധി ഈ കള്ളനായ ഇയാൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് എങ്ങനെ, അത് സോണിയാഗാന്ധി വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് സോണിയാഗാന്ധിയുടെ കാര്യമെല്ലാം ചീറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. സോണിയാഗാന്ധി വ്യക്തമായി വിശദീകരിക്കണം. സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എന്തായാലും KC വേണുഗോപാലിന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എന്തായാലും KPCC പ്രസിഡന്റും കൊടുക്കാൻ പറ്റത്തില്ല, അടൂർ പ്രകാശും കൊടുക്കാൻ പറ്റത്തില്ല. എനിക്ക് 100% ഉറപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ അടൂർ പ്രകാശിനെ അവിടെ കയറ്റത്തുമില്ല. അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ ഓഫീസാണ്. ഈ സോണിയാഗാന്ധിയുടെ ഓഫീസ് ആര് പറഞ്ഞതിനനുസരിച്ച് ഈ കള്ളനായ ആള്, നമ്മളിപ്പോൾ കള്ളൻ എന്ന് അനുമാനിക്കുന്ന ആൾക്ക്, ഈ പ്രത്യേകിച്ച് ശബരിമലയിലെ ഏറ്റവും ഡിവൈനായിട്ടിരിക്കുന്ന സ്ഥലത്തെ പോലും സ്വർണം അടിച്ചോണ്ട് പോയി എന്ന് നമ്മളിപ്പം പറയുന്ന ആൾക്ക്, അയാൾ എന്തായാലും ഒരു ദിവസം കള്ളനായ ആളല്ലല്ലോ. ഇന്ന് നാളെ രാവിലെ തൊട്ട് ഞാൻ കള്ളനാകുമല്ലോ. അങ്ങനെ ഒരു കള്ളൻ എങ്ങനെ ഈ പറയുന്ന ആൾ അപ്പോയിന്റ്മെന്റ് കൊടുത്തു എന്നുള്ളതിന് വിശദീകരണം അവരുടെ ഭാഗത്തുനിന്ന് വരണം. അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പോ ഒഴിയാനൊന്നും പറ്റില്ല. അതിനകത്തുനിന്ന് വരാം ലാൽകുമാർ. N. ശ്രീകുമാർ, ഇതാണ് വിസ്മയം എന്ന് പറയുന്നത്. ഇതാണ് ഇങ്ങനെ ആർക്കും പറയാൻ പറ്റാത്ത ദുരൂഹമായി നിൽക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും വിശദീകരിക്കപ്പെടാതെ ഈ പറഞ്ഞ കള്ളനെയൊക്കെ പിടിച്ച് ജനപദിലേക്ക് കയറ്റുക, എന്നിട്ട് ഇപ്പോഴും ഉത്തരവില്ലാതിരിക്കുക. വിസ്മയമാണത്. അല്ലാതെ മറ്റൊരു വിസ്മയമാണ് ഈ ഐഷ പോറ്റിയെപ്പോലുള്ളവരെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ ഒട്ടും തയ്യാറല്ല എന്ന് പറയുന്ന 2 LDF ഘടകകക്ഷികളെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. വിസ്മയം അവരിപ്പോൾ ഉടനെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ദിവസം വന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നതാണ് വിസ്മയം. എന്നിട്ട് ഇപ്പോഴും അദ്ദേഹം വലിയ രീതിയിൽ മാധ്യമങ്ങളുടെ പുകഴ്ത്തലോടുകൂടി വീണ്ടും അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നു എന്ന് പറയുന്ന തരത്തിൽ പോകുമ്പോൾ അദ്ദേഹത്തിനൊരു ചളുപ്പമില്ല എന്ന് പറയുന്നതാണ് അടുത്ത വിസ്മയം. ഇതൊക്കെയാണ് വിസ്മയങ്ങൾ. അല്ലാതെ താങ്കൾ പറഞ്ഞതാണോ വിസ്മയം? ഞാൻ പറഞ്ഞതാണ് വിസ്മയം. നിങ്ങളീ പറഞ്ഞതൊക്കെ ചുമ്മാ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനെന്താ പറഞ്ഞത് വിസ്മയം എന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പിലെ LDFൻ്റെ തോൽവിക്ക് ശേഷം CPMൽ നിന്നും നേതാക്കൾ കോൺഗ്രസിലേക്ക് വരുന്നു. സ്ത്രീവിരുദ്ധ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ആക്ഷേപിച്ച CPMലെ വനിതാ നേതാവ് വരുന്നു. അവരെ ഇപ്പോൾ അവർക്ക് സ്ഥാനം കൊടുത്തതിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്ഥാനം കൊടുത്തിട്ടില്ലെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് പാർട്ടി എനിക്ക് ഒരുപാട് സ്ഥാനങ്ങൾ തന്നു, എന്നെ 3 തവണ MLA ആക്കി, എനിക്ക് പദവികൾ തന്നു. പക്ഷേ കുറച്ച് വർഷമായിട്ട് പാർട്ടി എന്നെ അവഗണിക്കുകയാണ്. കാരണം ഞാൻ പറയുന്നത് പാർട്ടി കേൾക്കുന്നില്ല. ഞാൻ MLA ആയിരിക്കുമ്പോൾ നടത്തിയ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ എന്നെ ക്ഷണിക്കുന്നില്ല. അതുകൊണ്ടുള്ള ഒരു മനോവിഷമം ഞാൻ പാർട്ടി അയച്ചിട്ട് പാർട്ടി അത് കേൾക്കുന്നില്ല എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അതാണ് അവിടുത്തെ കാര്യം. അല്ലാണ്ട് അതിൽ അവർക്ക് സ്ഥാനം കൊടുത്തിട്ടില്ലെന്ന് അവരും പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ സുഹൃത്ത് ശ്രീ ലാൽകുമാർ പറഞ്ഞത് അവർ ഇങ്ങോട്ട് വന്ന കാര്യം പറഞ്ഞു. അത് അവസരവാദമാണെങ്കിൽ കോൺഗ്രസിൽ നിന്നും ഒറ്റച്ചാട്ടത്തിന് പാലക്കാട്ടേക്ക് എത്തിയ ഡോക്ടർ സരിനെ നിങ്ങൾ പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കി. അല്ല, സരിൻ വന്നത് ഒരു വിസ്മയമായിരുന്നു. പക്ഷേ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തി എന്ന് പറഞ്ഞത് താങ്കളെ വിസ്മയിപ്പിച്ചോ? സരിൻ വന്നത് എന്തേ പറയുന്നത്, കോൺഗ്രസിൽ നിന്ന് ഒരാൾ CPMലേക്ക് വന്നത് റൈറ്റ്, CPMൽ നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. റൈറ്റോ റോങ്ങോ അല്ല പറഞ്ഞത്. നമുക്കൊരു അമ്പരപ്പ് ഉണ്ടാക്കില്ലേ?
നമുക്ക് ഇപ്പോൾ പിണറായി വിജയൻ കോൺഗ്രസിലേക്ക് ചേർന്നു എന്നോ വി ഡി സതീശൻ CPM-ലേക്ക് വന്നു എന്നോ പറഞ്ഞാൽ നമ്മൾ അമ്പരക്കും. വിസ്മയമല്ല അത് അമ്പരപ്പാണ്. ലാൽകുമാർ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു 10 സെക്കൻഡാണെങ്കിൽ തരാം, അതിൽ കൂടുതൽ തരില്ല ഇപ്പോൾ. അല്ല, ഞാൻ പിന്നീട് പറഞ്ഞോളൂ, അദ്ദേഹം പറഞ്ഞോട്ടെ. ശരി, ശ്രീകുമാർ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വിസ്മയം എന്താണ്, അമ്പരപ്പ് എന്താണെന്ന്. അതായത് താങ്കളെ അമ്പരപ്പിച്ചോ വിസ്മയിപ്പിച്ചോ ഈ ഐഷ പോറ്റി? എൻ്റെ ലാല, നിങ്ങൾ ഈ വിസ്മയം എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങൾക്ക് ആ വാക്ക് പേടിയുണ്ട്. പോറ്റിയെ കേറ്റിയെ സ്വർണം കട്ടത് ആരപ്പ എന്ന പാട്ടിന് ശേഷം CPM-നെ പേടിപ്പിക്കുന്ന ഒരു വാക്കാണ് വിസ്മയം. അത് വിട്ടുകളാ, ഞാനത് പറയുന്നില്ല ഈ ചർച്ചയിൽ, പേടിക്കണ്ട, ഞാൻ പറയുന്നില്ല. അത് പേടിക്കുന്നത് ഇനി നാളെ തൊട്ട് മാധ്യമ പ്രവർത്തകർ ആ വിസ്മയം എന്നുള്ള വാക്ക് പറഞ്ഞാൽ ആ സ്ഥലത്ത് നിൽക്കൂല എന്ന് പറയുന്നത് വേറൊരാളാണ്. അദ്ദേഹമാണ് അത് പേടിക്കുന്നത്. എനിക്ക് പേടിയൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ എന്താ വെച്ചാൽ CPM-ൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണ്. ഇപ്പോൾ ശ്രീ ലാൽകുമാറിൻ്റെ പേരിന് താഴെ നിങ്ങൾ എഴുതി കാണിക്കുന്ന ഇടത് നിരീക്ഷകൻ എന്നാ. DYFIയുടെ നേതാവ് വസീഫിൻ്റെ അഭിപ്രായത്തിൽ ഇടത് നിരീക്ഷകൻ ആരാ തീരുമാനിക്കുന്നതെന്നൊക്കെയാണ് ചോദ്യം. അതിനെ CPM-ൻ്റെ ഒരു സഹയാത്രികനായ അഡ്വക്കേറ്റ് പ്രജിത്ത് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ലാൽകുമാർ പിന്നെ അതിനൊന്നും പോയില്ല. അപ്പോൾ ഇടത് നിരീക്ഷകൻ എന്ന് ലാൽകുമാറിൻ്റെ പേര് അടിയിൽ എഴുതി കാണിക്കുമ്പോൾ DYFI നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ ലാൽകുമാറെ. ആരാണ് ഇടത് നിരീക്ഷകൻ എന്ന് ചാർത്തി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ കൂട്ടത്തിൽ അക്കാര്യത്തിൽ മാധ്യമങ്ങൾ തന്നെയാണ്, മാധ്യമങ്ങളാണ്. ഇപ്പോൾ നോക്കാം, നമുക്ക് പലരുടെയും കാര്യത്തിൽ അറിയാലോ, മാധ്യമങ്ങൾ അവർക്ക് സൗകര്യപ്രദമായ രീതിയിലാണ് ഓരോ വിശേഷങ്ങൾ തരുന്നത്. അതല്ലാതെ ഇടത് നിരീക്ഷകൻ എന്നുള്ളത് പ്രത്യേകിച്ചൊരു കമ്പോണൻ്റായി പറയാൻ പറ്റും. പക്ഷേ ലാൽകുമാർ പറഞ്ഞത് കൃത്യമാണ്. അദ്ദേഹം ഇടതുപക്ഷം എന്ന് പറയുന്നത്, അദ്ദേഹം വിശ്വസിക്കുന്നത് ഇടത് നിരീക്ഷകൻ എന്ന് പറയുന്നതിന് അദ്ദേഹത്തിന് കാരണങ്ങളുണ്ട്. അതുള്ളപ്പോൾ തന്നെ മാധ്യമങ്ങൾ അത് കൃത്യമായ രീതിയിൽ അവരുടെ സൗകര്യത്തിന് ഇടത് നിരീക്ഷകരെ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സത്യമാണ്. ഞാൻ പറയാം, ശ്രീകുമാർ പൂർത്തിയാക്കൂ. ഒരു മറുപടി ഉണ്ട്, മറുപടി പറഞ്ഞാൽ ഞാൻ താങ്കളെ ശ്രീകുമാർ പറയട്ടെ, എന്നിട്ട് വരാം. ഞാൻ പറഞ്ഞത് ശ്രീ വസീഫ് പറഞ്ഞ കാര്യമാണ്, DYFI നേതാവ് വസീഫ്. അല്ലാതെ നിങ്ങൾ എഴുതി കാണിക്കുന്ന കാര്യമില്ല. ഞാൻ പറയുന്നൊന്നും ലാൽ കേൾക്കുന്നില്ല, അതോ ഇങ്ങനെ ഒരു ആവേശം മൂത്ത് കേൾക്കാണ്ട് പറയുകയാണോ? വസീഫ്, DYFI നേതാവ് വസീഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ പറഞ്ഞത്. അതല്ല ഡോക്ടർ ഇവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് അരുൺകുമാറും അത് കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിന് അഡ്വക്കേറ്റ് പ്രജി കൊല്ലത്തുള്ള അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, അതുപോലെ ഹക്സർ, ഇവരൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചർച്ചാ വിഷയമില്ല, അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ മറ്റുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഇന്നിപ്പോൾ ഇടതുമുന്നണി CPM നേതാക്കളും പ്രവർത്തകരും വീട് കയറുകയാണല്ലോ. അപ്പോൾ വീട് കയറുമ്പോൾ അവർക്കൊരു മാർഗ്ഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ടല്ലോ, എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ മാർഗ്ഗനിർദ്ദേശം കൊടുക്കുമ്പോൾ നമ്മുടെ ചില ചോദ്യങ്ങളൊക്കെ വീട്ടുകാർ ചോദിക്കുമ്പോൾ അതിന് ഉത്തരമൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ശതമാനം കൊണ്ടുപോയിട്ട് കാര്യമില്ല. UDF-ഉം LDF-ഉം തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഇത്ര ശതമാനമാണ്, UDF-ന് 89 കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് 1000 വോട്ടിൻ്റെ കുറഞ്ഞുള്ളൂ എന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും എന്നുള്ളൊരു സൂചന വരുമ്പോൾ നിങ്ങൾ മാന്യമായിട്ട് ഇനി നിങ്ങളുടെ പാർട്ടി പ്രവർത്തനമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കൂ, അഹങ്കാരമൊക്കെ ഒന്ന് ശമിക്കൂ, അതുപോലെ കൃത്യമായിട്ടൊക്കെ എല്ലാവരും പെരുമാറും എന്നൊക്കെ വീട്ടുകാർ പറയുന്നത് കേൾക്കേണ്ടി വരും. അത് പിന്നെ പാർട്ടി കാര്യം. പക്ഷേ ഇത് വേറൊരു വിഷയമുണ്ട്, അഡ്വക്കേറ്റ് അരുൺകുമാർ, അതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ഒരു ക്വിസ് പ്രോഗ്രാം നടത്തിയ മുഖ്യമന്ത്രി, അതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ത് ചെയ്തു? ഇന്ന് മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? മുഖ്യമന്ത്രി ആ ക്വിസ് അതും ഗവൺമെൻറ് ചിലവിൽ. അതുപോലെ തന്നെ ആ സർവേയിൽ പോകുന്നത് CPM പ്രവർത്തകരാണ്. കാരണം പാർട്ടി സർക്കുലർ ഉണ്ടായിരുന്നു, സർവേക്ക് വിടുന്നവരെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട്. അവർക്ക് പണം കൊടുക്കുന്നത് ഖജനാവിൽ നിന്ന്, അത് കൊടുക്കേണ്ടതേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എപ്പോഴും പറയും ചൂരൽമല മുണ്ടക്കൈ കാര്യത്തിൽ കോൺഗ്രസ് ചതിച്ചു, MLA VD സതീശനും കൂട്ടൊന്നും പൈസ കൊടുത്തില്ല. ഇന്ന് കൃത്യമായിട്ട് VD സതീശൻ ചില കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. കർണാടക ഗവൺമെന്റ് 100 വീട് നിർമ്മിക്കാനായിട്ട് 20 കോടി രൂപ കൈമാറി. കോൺഗ്രസിന്റെ അതുപോലെ തന്നെ ഈ കർണാടക ഗവൺമെന്റ് കൊടുത്തത് കോൺഗ്രസിന്റെ ആണെങ്കിൽ കേരളത്തിൽ സർവേ നടത്തുന്നത് CPM-നും ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ CPM-കാർക്കും കൊടുക്കാമല്ലോ. നിങ്ങൾക്ക് അത് ഒന്ന് പറ്റും മറ്റത് പറ്റില്ല എന്നാണോ? എന്താ ലാലേ പറയുന്നത്? കർണാടക ഗവൺമെൻറ് മുഖ്യമന്ത്രി പിണറായി വിജയന് പൈസ കൊടുത്തെന്നല്ല പറഞ്ഞത്. കർണാടക ഗവൺമെൻറ് മറ്റേ ആ ചൂരൽമല ദുരന്തത്തിലെ പുനരധിവാസത്തിന് കേരള ഗവൺമെൻറ്റിന് സിദ്ധരാമയ്യ എന്ന കോൺഗ്രസ്സുകാരൻ, DK ശിവകുമാർ എന്ന കോൺഗ്രസ്സുകാരൻ, 2 മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയും 20 കോടി രൂപ 100 വീട് നിർമ്മിക്കാൻ കൊടുത്തു. ഈ കൊടുത്തില്ലെന്നാണ് CPM പറയുന്നത്. അത് കൊടുത്തു നിന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട് 20 കോടി രൂപ. അത് കൂടാതെ മുസ്ലിം ലീഗ് 100 വീട് പണിയുന്നതിൻ്റെ വീട് പണി നടക്കുക. ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു കേട്ടോ, അവിടെ പോയിട്ട് നോക്ക്, വെറുതെ അതൊന്നും പറയാമെന്ന് പറഞ്ഞു. പിന്നെ കോൺഗ്രസ് അവർ കഴിഞ്ഞ ദിവസം ഇത്ര ഏക്കർ സ്ഥലം
എത്ര കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഇന്നലെ പറഞ്ഞാണ് ഇത്ര ഏക്കർ സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചു. ഗവൺമെൻറ് ഒരു സ്ഥലം വാങ്ങിക്കാൻ 1 വർഷം എടുത്തു. ഇവർ 3 മാസം കൊണ്ട് സ്ഥലം അത് രജിസ്റ്റർ ചെയ്തു കോൺഗ്രസ്. ഉപഭോക്താക്കളുടെ ഒരു ലിസ്റ്റ് പുറത്തുവിടാനായിട്ട് പറഞ്ഞിരുന്നല്ലോ. ഈ പറഞ്ഞ വീടുകളിലൊക്കെ താമസിക്കുന്നത് ആരാണ് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് വേണമല്ലോ. അത് ഉണ്ടോ? അത് പുറത്തു വിട്ടോ അവര്? വീട് പണിയട്ടെന്നേ, വീട് സ്ഥലം മേടിച്ചിട്ടുള്ളൂ. അത് ഗവൺമെന്റ് അല്ലേ തീരുമാനിക്കുക. എന്താ ലാൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഗവൺമെന്റിന്റെ കണക്കില്ലേ ഇത്ര പേർക്ക് വീടില്ല? അത് ഗവൺമെന്റുമായി സഹകരിച്ചിട്ടല്ലേ അത് പണിത് കൊടുക്കാന്നുള്ള സ്പോൺസർഷിപ്പ് അല്ലേ? അല്ല, അതിൽ 410 പേരുടെ കാര്യത്തിൽ ഗവൺമെന്റിന്റെ കയ്യിൽ കണക്കുണ്ട്. 410 വീടുകൾ അവിടെ പണിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന 400 ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ ലാലെ സ്ഥലം മേടിച്ച് വീട് പണിയാനായിട്ട് തീരുമാനിച്ചു, അതിൻ്റെ സ്ഥലം രജിസ്റ്റർ ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. 100 വീട് പണിയുന്നതിനായിട്ട് കർണാടക ഗവൺമെൻറ് 20 കോടി രൂപ കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം ലീഗ് വീട് പണിയുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ മറ്റേ KPCCക്ക് ഒരു ഫണ്ടുണ്ട് ഇതിൻ്റെ. ആ ഫണ്ട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ സംയുക്ത ഒരു അക്കൗണ്ടാണ്. അതിലേക്കാണ് പണം യൂത്ത് കോൺഗ്രസിന്റെ അടക്കം നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ വീട് വാങ്ങുന്നതിന്റെ തർക്കവും ഇത്രയും കാലം ആ പൈസ യൂത്ത് കോൺഗ്രസ്സുകാർ വാങ്ങിച്ചത് എവിടെ പോയി എന്നതിന്റെ തർക്കവും ഓരോ ഡേറ്റ് ഇട്ട് കൊടുത്ത് ഇന്ന് തറക്കല്ലിടും നാളെ തറക്കല്ലിടും എന്ന് പറഞ്ഞ കണക്കുകളും ഈ വയനാട് MP എത്ര കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് 2 MP കാലാകാലങ്ങൾ വന്നവർ കൊടുത്തതിൻ്റെ കണക്കുകളും ഒക്കെ ഇതുവരെയും തർക്കം തീരാതിരിക്കുമ്പോഴാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഈ വന്യമൃഗശല്യമുള്ള ഒരു സ്ഥലമാണിപ്പോൾ രജിസ്റ്റർ ചെയ്തതെന്നും അത് നിരന്തരം ഈ കാട്ടാനിറങ്ങുന്ന സ്ഥലത്താണ് ഈ കോൺഗ്രസ് 3.24 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുള്ളതെന്നും ഒക്കെ 4 കൊല്ലം മുമ്പാണ് ഈ പാർവതി എന്ന സ്ത്രീയെ കാട്ടാനക്കൂട്ടം അവിടെ വെച്ച് കുത്തിക്കൊന്നത് എന്ന കഥയും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനെക്കുറിച്ച് ആ നാട്ടുകാർക്കുള്ള പരാതിയെങ്കിലും തീർത്തിട്ട് വേണ്ടേ ഈ പറയുന്ന ദുരന്ത ഭൂമിയിലെ ഈ ക്ലെയിമൊക്കെ നടത്താൻ? നോക്കൂ ലാലെ, ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് ഉത്തരം പറയാൻ വയ്യ. ആനയും പൂച്ചയും പട്ടിയൊക്കെ ഇറങ്ങാത്ത സ്ഥലം കേരളത്തിലുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് നല്ല പുലിയൊന്നും ഇറങ്ങാത്ത സ്ഥലമുണ്ടോ എന്നാണോ അവിടെ ഓരോ ആളുകളെ ഈ മൃഗങ്ങൾ വന്ന് പിടിക്കുമ്പോ കൊല്ലുമ്പോ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണോ? ഇതൊന്നും ഇറങ്ങാത്ത സ്ഥലങ്ങൾ നാട്ടിലുണ്ടോ എന്നാണോ നിങ്ങൾ ചോദിക്കാറുള്ളത് അവിടെയുള്ള ആളുകളോട്? നമുക്കെന്നാൽ ചർച്ച ചെയ്യാം. നമുക്ക് കേരള ഗവൺമെന്റിന്റെ വന്യമൃഗവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്ന ഇത് അവസാനിപ്പിക്കാം. നമുക്കത് ചർച്ച ചെയ്യാം. നല്ല സബ്ജക്റ്റാണ്, എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റാണ്. കാരണം കേരളത്തിലെ വന്യമൃഗ കാര്യത്തിൽ ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാന്ന്. നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ വലിയൊരു വിഷയമായ കാര്യമാണ്. ദുരന്തത്തിൽ ഭൂമിയും പോയി വീടും പോയി ആളുകൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് എവിടെയെങ്കിലും നല്ലൊരു പുതിയ ഒരു റീഹാബിലിറ്റേഷൻ ഉണ്ടാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ അതിൽ പൈസ കൊടുക്കരുത്, അതിൽ ആരും സഹായിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവസാനം അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ കാട്ടാന, പുലി, പൂച്ച, പട്ടി ഇതൊക്കെ ഇറങ്ങുമെന്നാണ് താങ്കൾ പറയുന്നത്. നാട്ടിലെവിടെ അതില്ലാത്തതാണ് ചോദിക്കുന്നത്. എൻ്റെ ലാലെ, താങ്കൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങളെ ലാൽകുമാറും അരുൺകുമാറും പറയുമ്പോൾ മിണ്ടായിരുന്ന പോലെ ഒരു മിണ്ടാതിരിക്കും കുറച്ച് നേരം. ഞാൻ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇങ്ങനെയല്ല. സ്ഥലം മേടിക്കുന്ന കാര്യം വേറെയാണ്. നിങ്ങൾ നോക്ക്, ഞാൻ പറയട്ടെ. അതായത് മിനിഞ്ഞാന്നാന്ന് തോന്നുന്നുണ്ട്, അതായത് MLA-മാരും ഫണ്ട് കൊടുത്തില്ല എന്നുള്ളത്. VD സതീശൻ കൊടുത്ത കാര്യവും MP-മാർ കൊടുത്ത കാര്യവും ശരിയെന്ന് പറയല്ലേ, ഞാൻ പറയട്ടെ. VD സതീശൻ കൊടുത്ത കാര്യവും MP-മാർ കൊടുത്ത കാര്യവും MLA-മാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത കാര്യം ഇന്ന് കൈരളി ഉൾപ്പെടെ അത് കേൾപ്പിച്ചിട്ടുണ്ടാവും. വേണമെങ്കിൽ ഇന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട് ഒറ്റ പൈസ MLA-മാർ കൊടുത്തില്ലെന്ന് അവർ പറയുന്നത്. കൃത്യമായിട്ട് കണക്ക് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര മുഴുവൻ MLA-മാരും കൊടുത്തു, UDF-ന്റെ മുഴുവൻ MP-മാരും കൊടുത്തു, VD സതീശൻ കൊടുത്തു എന്ന് ഇന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ ഈ വിസ്മയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒരു തോൽവി പറ്റിയാൽ ആ തോൽവിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അത് ശതമാനത്തിൽ ജയിപ്പിക്കുന്ന പഴയ ശരി, ഞാൻ വരാം. സമയം കളയുന്നത് നിങ്ങളാണ്. അല്ല, താങ്കൾ എനിക്ക് മനസ്സിലായി. ഞാൻ കൃത്യമായി തന്നെ അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇതൊരു വിസ്മയമാണ്. എനിക്ക് വിരോധമില്ല. ഇല്ല, താങ്കൾ പറഞ്ഞ എല്ലാം ഇന്ന് കേൾപ്പിച്ചിട്ടുണ്ട്. പതിവിൽ കൂടുതൽ സമയം താങ്കൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നോക്കൂ, എനിക്ക് വലിയ വിസ്മയമായി തോന്നിയത് ഈ VD സതീശൻ
ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പറയുന്ന, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് പറയുന്ന ഈ കണക്കുകളാണ്. ഇത്രയും ദിവസം ഈ ദുരന്തം ഉണ്ടായി, ഇത്രയും കാലം കഴിഞ്ഞ്, ഒരു വർഷം കഴിഞ്ഞ് അടുത്ത ഇതിലേക്ക് എത്തുമ്പോഴും, സർക്കാർ ഈ ഭൂമി കൊടുക്കാൻ പോകുന്നൊരു ഘട്ടം വരുമ്പോഴും ഒക്കെ ഇപ്പോൾ ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ്. ഇത്രയും വീടുകൾ, പൈസ ഞങ്ങളൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞൊരു കൃത്യമായി അദ്ദേഹം എൻ ശ്രീകുമാർ പോലും പറഞ്ഞ ഒരു അവസ്ഥയുണ്ടല്ലോ, അതുണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനോട് എന്താണ് പറയാനുള്ളത്? ഇവിടെ ചില പ്രതീതികൾ സൃഷ്ടിക്കാൻ വേണ്ടി കോൺഗ്രസ് തന്ത്രപൂർവ്വം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ എൻ ശ്രീകുമാർ വരെ എത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് നടത്തിയത്. ഗവൺമെന്റിന് ഭൂമി വാങ്ങാൻ 1 വർഷത്തിലധികം വേണ്ടി വന്നു, ഞങ്ങൾ കോൺഗ്രസിന് ഭൂമി വാങ്ങാൻ 3 മാസമേ വേണ്ടി വന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയാണ് ഇവിടെ. ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന എന്നാണ്? ജൂലൈ മാസം 30-ാം തീയതി 2024 അല്ലേ? ഇപ്പോൾ അത് 2 വർഷം തികയാൻ പോവുകയാണ് ഈ വരുന്ന ജൂലൈ മാസം 30-ാം തീയതി. ഭൂമി രജിസ്റ്റർ ചെയ്തത് ഒരാഴ്ച മുമ്പല്ലേ രജിസ്റ്റർ ചെയ്തു എന്ന് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഈ ദുരന്തം നടന്നിട്ട് 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. 1.5 വർഷം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്ത കോൺഗ്രസ് പറയുകയാണ് ഞങ്ങൾക്ക് ഭൂമി കണ്ടെത്താൻ വെറും 3 മാസമേ വേണ്ടി വന്നുള്ളൂ. എന്നാൽ ഈ ദുരന്തം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാനുള്ള നടപടി കേരളത്തിന്റെ ഗവൺമെന്റ് തുടങ്ങിയില്ലേ? ആ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ വിധി വന്ന ദിവസം അന്ന് രാത്രി തന്നെ പണം കെട്ടിവെച്ച് ഒറ്റ രാത്രി കൊണ്ട് ആ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുത്തില്ലേ? ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ദിവസത്തിന്റെ കുറവ്, 1 മണിക്കൂറിന്റെ കുറവ് വന്നോ? സുപ്രീം കോടതി വിധി അച്ചടിച്ച് ഒപ്പിട്ട നിമിഷം തന്നെ കോടതിയിൽ പണം കെട്ടിവെച്ച് ആ ഭൂമി ഏറ്റെടുത്തില്ലേ? ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 410 പേരുടെ വീട് ഈ മാർച്ച് മാസം നിർമ്മിച്ച് താക്കോൽ കൈ കൊടുക്കുകയാണ്. 106 പേർ പറഞ്ഞു ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ടൗൺഷിപ്പ് വേണ്ട, ഞങ്ങൾക്ക് നഷ്ടപരിഹാര തുക തന്നാൽ മതി. 15 ലക്ഷം രൂപ നഷ്ടപരിഹാരവും വാങ്ങിച്ച് അവർ അവരുടെ ആവാസ വ്യവസ്ഥയിൽ അവരുടെ ബന്ധുക്കളോടൊപ്പം വീട് വെച്ച് താമസിക്കുന്നു. അതേപോലെ കൃത്യമായി ഗവൺമെന്റ് പറഞ്ഞ ഓരോ വാക്കും പാലിച്ച് മുന്നോട്ട് പോവുകയല്ലേ? ഇപ്പൊ ഇന്നലെ ഒരു മനോരമ ഇന്നൊരു നുണവാർത്ത സൃഷ്ടിച്ചു. ഇത് അവിടുത്തെ ദുരന്ത ബാധിതർക്ക് വാടക ഇനത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന പണം നിർത്തിവെച്ചിരിക്കുന്നു, കൊടുക്കുന്നില്ല. ഓരോ ദിവസവും ഓരോ നുണ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് വലിയ തരത്തിൽ നമ്മളെ അപമാനിച്ചു. ത്രിപുരയ്ക്ക് വരെ നഷ്ടപരിഹാരം കൊടുത്തു. വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി ചുഴലിക്കാറ്റ് കൊണ്ടുവന്ന തമിഴ്നാടിന് കൊടുത്തു കോടികൾ. ആ സമയത്തൊക്കെ നമുക്കൊന്നും തരാതെ മുൻ വർഷങ്ങളിൽ അനുവദിച്ച ദുരന്ത നിവാരണ ഫണ്ടിന്റെ വിഹിതം മാത്രം അനുവദിച്ച് ഞങ്ങളെല്ലാം തന്നു എന്ന് പറഞ്ഞ് നുണ പ്രചരിപ്പിച്ചപ്പോഴും നെഞ്ചോട് ചേർത്ത് ആ ദുരന്ത ബാധിതരെ സംരക്ഷിച്ച ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആദ്യം കോൺഗ്രസ് പറഞ്ഞു 100 വീട്, അതുപോലെ രാഹുൽ ഗാന്ധി പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു 100 വീട്. കർണാടകത്തിന്റെ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ 10 കോടി രൂപ തരും. ഇവിടെ ഇപ്പൊ 20 കോടിയുടെ കണക്കൊക്കെ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് 10 കോടി എന്നാണ്, സബ്ജക്ട് ടു ക്ലാരിഫിക്കേഷൻ. അതുപോലെ യൂത്ത് കോൺഗ്രസ് പറഞ്ഞു 30 വീട്. ആ പണം പിരിക്കാൻ ഒരു ആപ്പ് ഉണ്ടാക്കി. മിസ്റ്റർ എൻ ശ്രീകുമാർ, ആ ആപ്പ് എവിടെ പോയി? ആ ആപ്പ് ഇപ്പൊ ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായി എത്ര പണം കിട്ടിയെന്ന് നമുക്കറിയാം. ഇവിടെ രാഹുൽ മാങ്കൂട്ടിലിന്റെ അതിജീവിത 3 അവരുടെ FIA സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്, ആ ദുരന്ത ബാധിതരെ സഹായിക്കാനുള്ള ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വാചകങ്ങളുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ 100 വീട് ആവിയായി പോയോ? രാഹുൽ ഗാന്ധിയുടെ 6 വീട് എങ്ങനെ മറ്റു തരത്തിൽ ആവിയായി പോയോ? ഈ കർണാടക ഗവൺമെന്റ് തന്ന 10 കോടി എങ്ങനെയാ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ വരുന്നത്? ആന കയറി ചവിട്ടിക്കൊല്ലുന്ന 3 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് നിങ്ങൾ ആർക്കാണ് വീട് വെച്ച് കൊടുക്കുന്നത്? ഗവൺമെന്റിന്റെ ടൗൺഷിപ്പിൽ ഒരാൾക്ക് 10 സെന്റ് വീതം ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആകെ ദുരന്തത്തിൽപ്പെട്ട 416 പ്ലസ് 110 526 പേർക്ക് ഗവൺമെന്റ് തന്നെ വീട് ഓർ നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത് ആർക്കാണ് എന്ന് ആങ്കർ താങ്കളോട് ചോദിക്കുമ്പോൾ താങ്കൾ എന്താ പറഞ്ഞേ? ആദ്യം വീട് പണിയട്ടെ എന്നാ. ഈ വീട് പണിയട്ടെ എന്ന് തന്നെയാണ് ജനം ആഗ്രഹിക്കുന്നത്. കാരണം ഇതുവരെ ഒരു തറക്കല്ലിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇപ്പൊ ആധാരം നടത്തിയ ഭൂമി, ആ ഭൂമിയിൽ വീട് വെക്കാൻ പറ്റിയ സാഹചര്യമുണ്ടോ? കായലിന്റെ അടുത്താണ്, വെള്ളക്കെട്ട് വരുന്ന സമയമാണ്, ആന ഇറങ്ങുന്ന കാടാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കബളിപ്പിക്കുകയാണ്, നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഈ ദുരന്തബാധിതരുടെ പേരിൽ ആപ്പ് തുറന്ന് ലക്ഷങ്ങൾ കോടികൾ പിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പിരിച്ച കോടികൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ആവശ്യം എന്താണെന്ന് ഞാൻ വിവരിക്കുന്നില്ല, ജനങ്ങൾക്കറിയാം. ഉദാഹരണ സഹിതം നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് നിങ്ങൾ വിസ്മയം, അത് ഇത് ബോംബ്, മണ്ണാങ്കട്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ മറുപടി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുമ്പോഴും നിങ്ങൾ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്? ഈ കോൺഗ്രസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപട മുഖം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടൊരു സാഹചര്യം ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നു.
ആരെങ്കിലും നവമാധ്യമ പ്രചരണത്തിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി തിരിച്ചു കൊണ്ടുവരാനും ശരി സത്യം അവരെ ബോധ്യപ്പെടുത്തുവാനും വികസനത്തിന്റെ രാഷ്ട്രീയം അവരെ ബോധ്യപ്പെടുത്തുവാനാ ഞങ്ങൾ ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നത്. ഈ ചർച്ചയിൽ ഞങ്ങൾ ഇന്നും ഇന്നലെയും മിനിങ്ങാന്നൊക്കെ വരുമ്പോൾ നൂറുകണക്കിന് വീടുകൾ കയറി ഇറങ്ങി. കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയും BJP-ക്കാരുടെയും എല്ലാം വീട് കയറി അവർ ചോദിക്കുന്ന സംശയങ്ങൾക്കടക്കം കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ കരുത്ത് ഈ സംസ്ഥാന ജനങ്ങളാണ്. അതുകൊണ്ട് ആ ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഞങ്ങളോടൊപ്പം നിർത്തി ഞങ്ങൾ അവരോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ മഹാമുന്നേറ്റം ഈ കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ആരോപണങ്ങളും നുണപ്രചരണങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചോ. രാഹുൽ മാങ്കൂട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നവും VD സതീശനും K സുധാകരനും ഇതിനിടയിൽ ചെന്നിത്തല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള അപകീർത്തിയും അപമാനവും എല്ലാം കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ. ലാൽകുമാർ, എനിക്ക് ഇടവേളയിലേക്ക് പോകാൻ 1.5 മിനിറ്റാണ് ബാക്കിയുള്ളത്. താങ്കൾക്ക് അവിടെ വിശദീകരിക്കാനുള്ളത് നേരത്തെ N. ശ്രീകുമാർ താങ്കളോട് ചോദിച്ച ചില ചോദ്യങ്ങളാണ്. അതെ, നോക്കൂ, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അവിടെ വന്നത്. അദ്ദേഹം വളരെ നൈസായിട്ട് ലെഫ്റ്റിനെതിരെ അത് പ്ലേസ് ചെയ്തു. നോക്കൂ, ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് എങ്ങനെ എഴുതുന്നു അത് എനിക്കത് വിശദീകരിച്ചാൽ മതിയാവും. നോക്കൂ, ഈ കേരളത്തിലെ സംസ്ഥാനത്തെ പല ചാനലുകളും ഈ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് പറഞ്ഞ ആൾക്കാരെ പ്ലേസ് ചെയ്തിട്ട് പൂർണ്ണമായി വലതുപക്ഷ രാഷ്ട്രീയം പറയുകയും അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയം പറയുകയും എന്നാൽ ഇത് രാഷ്ട്രീയ നിരീക്ഷകരായി നിഷ്പക്ഷ നിരീക്ഷകരായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ഈ പറയുന്ന എന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് എഴുതി കാണിക്കുന്ന പരിപാടി വേണ്ട എന്നത് ഞാൻ വ്യക്തമാക്കിയതൊരു കാര്യമാണ്. അത് കൈരളി അടങ്ങുന്ന ചാനലിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ എഴുതാൻ പാടില്ല. കാര്യം ഞാൻ ഉയർത്തുന്ന രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ഞാനാണ് ചേർന്ന് നിൽക്കുന്നെന്നുള്ളത് ആരാ തീരുമാനിക്കേണ്ടത്? ലാൽകുമാറിൻ്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് ലാൽകുമാറാണ്. മറ്റൊരാർക്കും തീരുമാനിക്കാൻ പറ്റില്ല. ഞാൻ ഇടതുപക്ഷക്കാരനാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഇവിടെ സംഭവിച്ച മറ്റൊരു വിഷയം നോക്കൂ, റെജി ലൂക്കോസ് ഇതുപോലെ ഇടതുപക്ഷ സഹയാത്രികനായി CPM-നോട് അനുഭാവപൂർവ്വം യാത്ര ചെയ്യുകയും കൂട്ടത്തിൽ യാത്ര ചെയ്യുകയും ഒരു ദിവസം പുള്ളി ഓൺ എ ഫൈൻ മോർണിംഗ് അയാൾ BJP-യിൽ പോവുകയും ചെയ്തു. നോക്കൂ, ലാൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ദിവസം സംസാരിച്ച് നാളെ രാവിലെ BJP-യിൽ പോയി ഇരിക്കുകയാണെങ്കിൽ ആ പ്രസ്ഥാനത്തിന് എങ്ങനെ ആ പാപഭാരം ഏൽക്കാൻ പറ്റും? നോക്കൂ, ഞാനൊരു CPM മെമ്പർ അല്ല. ആ CPM മെമ്പർ അല്ലാത്തൊരാൾ അപ്പുറത്ത് BJP-യിൽ പോയി ചേർന്ന് അവിടെ ഇരുന്ന് പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹത്തെ എതിർക്കുമ്പം ആ പ്രസ്ഥാനത്തിലുള്ളവർ എന്താ പറയുന്നത്? ആ ആളെ തള്ളിപ്പറയും. നോക്കൂ, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന അപ്പുറത്ത് പോയ ഐഷ പോറ്റിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളിപ്പറയുക ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇടതുപക്ഷ സഹയാത്രികനെ തള്ളിപ്പറയുന്നതിൽ എന്താണ് തെറ്റ്? അതിനകത്തൊരു തെറ്റും കാണാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം ഞാൻ ശ്രീകുമാരേട്ടന് ചോദിക്കാം. കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖമായി തന്നെ ആൾക്കാർ കണക്കാക്കുന്ന ഒരാളാണ് ശ്രീകുമാരേട്ടൻ. കോൺഗ്രസ് സഹയാത്രികനായി താങ്കൾ പങ്കെടുത്ത ചർച്ചകൾക്ക് എണ്ണമില്ല. നാളെ രാവിലെ താങ്കൾ BJP ചേരുവാണെങ്കിൽ കോൺഗ്രസ്സുകാർ എന്തു പറയും? അത് താങ്കൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരി, താങ്കൾ ഇത്രയും കോൺഗ്രസിനോട് അനുഭാവപൂർവ്വം നിന്ന ശേഷം ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ലാലെ, കംപ്ലീറ്റ് ചെയ്യട്ടെ, പറഞ്ഞു കേക്ക്. കോൺഗ്രസിനോടൊപ്പം ചേർന്ന ആള് ഒറ്റ ദിവസം BJP ചേർന്നാൽ ആ പറയുന്ന പാർട്ടി നിങ്ങളെ തള്ളിപ്പറയും. ആ തള്ളിപ്പറയുന്നത് കൊണ്ട് ആ തള്ളിപ്പറഞ്ഞവനല്ല തെറ്റുകാരൻ, പോയവനാണ് തെറ്റുകാരൻ. അത് മനസ്സിലാക്കണം. അങ്ങനെ ശ്രീകുമാരേട്ടൻ പോവുകയാണെങ്കിൽ ശ്രീകുമാരേട്ടനാണ് തെറ്റുകാരൻ. എന്നാൽ തള്ളിപ്പറഞ്ഞവരെ അല്ല കുറ്റം പറയേണ്ടത്. അത് ഞാൻ പോയാൽ എന്നെ ആ പ്രസ്ഥാനം തള്ളി പറയണം. രാഷ്ട്രീയം ലാൽകുമാറിനെ ഇപ്പോ VD സതീശൻ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാനത് അല്പം വിസ്മയപ്പെട്ടേനെ. അമ്പരപ്പല്ല, എനിക്ക് വിസ്മയം ഉണ്ടായേനെ. പക്ഷെ റെജി ലൂക്കോസ് പോയതിൽ എനിക്ക് വിസ്മയമില്ല, ഐഷ പോറ്റി വന്നതിലും വിസ്മയമില്ല. ശ്രീ N. ശ്രീകുമാർ, നോക്കൂ, 2021 ഇതുപോലെ ജനങ്ങളെ കയറി കണ്ടതാണ് CPIM, അവർക്ക് LDF. ആ ആത്മവിശ്വാസം അവർക്കുണ്ട്. അന്നതിൻ്റെ ഫലം അവർക്ക് കിട്ടിയതാണ്. ജനങ്ങൾ അവരെ വിശ്വസിച്ചിട്ടുണ്ട്. അത് തന്നെ വീണ്ടും അവർ ചെയ്യുമ്പോൾ നിങ്ങളത് കളിയാക്കുകയാണ്. അത് വിസ്മയം നിങ്ങൾക്ക് വീണ്ടും സ്വയം അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുമോ?
അതൊക്കെ ഒരു മിനിറ്റേ ഉള്ളൂ, ഇടപെടരുത്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഇടത് നിരീക്ഷണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ല ലാൽകുമാറേ, വസീഫ് പറഞ്ഞ കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. എൻ്റെ അല്ലത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വിസ്മയം എന്ന് പറയുന്നത് ഇപ്പോൾ CPM-ൽ വിസ്മയം എന്താണ്? CPM ഇപ്പം ഭൂരിപക്ഷ വർഗീയതയോടെ ഒരു സമരസപ്പെട്ടു പോകുന്ന ഒരു നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആള് കേരളം ഭരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് AK ബാലൻ്റെ പ്രസ്താവന, അതിന് ശേഷമുള്ള ഒരു ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, CPM എന്തുകൊണ്ട് അവരുടെ നയം മാറ്റി എന്നുള്ളതാണ്. അതായത് മതനിരപേക്ഷത ഉണ്ടായിരുന്ന CPM എന്തുകൊണ്ടാണ് മത ന്യൂനപക്ഷങ്ങളും അതുപോലെ ഭൂരിപക്ഷങ്ങളും എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് NSSനെയും SNDPയെയും ഒക്കെ സ്വാധീനിച്ചുകൊണ്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ കമ്മ്യൂണിസ്റ്റ് മുഖം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരു കാര്യം. അതാണൊരു വിസ്മയം, അത് ചർച്ച ചെയ്യപ്പെടും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ മറ്റുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഗവൺമെൻറ് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്ഥലം കണ്ടെത്തി വീട് പണിയുന്ന പോലെ പ്രതിപക്ഷത്തിന് വീട് പണിയാൻ പറ്റില്ല അരുൺകുമാറെ. പ്രതിപക്ഷത്തിന് അതിൻ്റെതായ സമയം എടുക്കും, കാരണം അവർ ഗവൺമെന്റ് അല്ലല്ലോ, അവർക്ക് സമയം എടുക്കും. പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനോട് മത്സരിച്ച് അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രതിപക്ഷം അത് ചെയ്യണ്ടല്ലോ. പ്രതിപക്ഷത്തിന്റെ റോള് ഗവൺമെന്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് കണ്ടെത്തി വിമർശിക്കലല്ലേ. അത് മനസ്സിലാക്കാതെ അവർ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇത് അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങളാണ്. ഈ കെട്ടിവെക്കുന്ന വീടൊക്കെ ഇനിയിപ്പോൾ ആര് താമസിക്കണം? അതോ ഇനി വീണ്ടും ദുരന്തം ഉണ്ടാക്കാൻ ഓരോ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. മുമ്പ് അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടല്ലോ. അതാണോ ഇവരുടെ പ്രതീക്ഷ? രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, കോൺഗ്രസ് ഇപ്പോൾ വീട് മേടിക്കാനും അല്ലെങ്കിൽ വീട് പണിയാനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കട്ടെ, അതിനൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ കുഴപ്പം യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പിരിച്ചിട്ട് പോക്കറ്റിൽ അടിച്ചു മാറ്റിയ പൈസയെക്കുറിച്ച് നമ്മൾ കുറച്ചാൾ ചർച്ച ചെയ്തായിരുന്നു. അതും മറക്കണ്ട. അപ്പോൾ ഇതിൻ്റെ വ്യാജേന കുറേ അടിച്ചു മാറ്റുന്നതിനെക്കുറിച്ചും നമ്മൾ മറന്നു പോകരുത്. രണ്ടാമത് ഈ പറയുന്ന ജമാഅത്തെയും അല്ലെങ്കിൽ ആ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ ഭരണം നടത്തിയത് ഉമ്മൻചാണ്ടിയല്ല, ലീഗാണ്. 5ാം മന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിടിച്ചു മേടിക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. ആ രീതിയിൽ ഈ പറയുന്ന മൊത്തം UDFന്റെ ഭരണം അല്ലാതെ ലീഗിന്റെ മാത്രമായ ഭരണവും പാണക്കാടും കുഞ്ഞാലിക്കുട്ടിയും മാത്രം തീരുമാനിക്കുന്ന ഒരു സാഹചര്യം വന്ന് വർഗീയത, ഈ പറയുന്ന വർഗീയമായി ഇത്രയും കേരളത്തെ ഭിന്നിപ്പിച്ചത് 5ാം മന്ത്രി എന്ന് പറയുന്ന സ്ഥാനമാണ്. അത് UDF ഭരണകാലത്ത് മാത്രമാണ്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത് ഒരു പുരോഗമന രാഷ്ട്രീയത്തിന്റെ ജോലിയാണ്. ഇവരെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറഞ്ഞു തന്നെ ഇരിക്കണം. ശരി, ശ്രീ KS അരുൺകുമാർ ഇപ്പോൾ അവസാനം ടെലിഫോൺ ലൈനിലാണുള്ളതെന്നാണ് ഞാൻ കാണുന്നത്. ശ്രീ KS അരുൺകുമാർ, നോക്കൂ, ഭൂരിപക്ഷ വർഗീയതയാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് പറയാനാണ് N. ശ്രീകുമാർ ഈ അവസാന മിനിറ്റ് ഉപയോഗിച്ചത്. മറുപടി എന്താണ്? ശ്രീ അരുൺകുമാർ, N. ശ്രീകുമാറിൻ്റെ അവസാനത്തെ മിനിറ്റിൽ ഞാൻ വിസ്മയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ നിങ്ങളുടെ വീട് കയറിയുള്ള പ്രചരണത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ കളിയാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഭൂരിപക്ഷ വർഗീയതയുടെ കൂടെയാണ് എന്ന് പറയാനാണ് അദ്ദേഹം സമയം ഉപയോഗിച്ചത്. മറുപടി? അരുൺകുമാർ അരുൺകുമാറിനോട് ഒന്നുകൂടി ചോദിക്കുകയാണ്. അരുൺകുമാർ താങ്കളോട് ഒന്നുകൂടി ചോദിക്കുകയാണ്. ഇതാണ് ചോദ്യം. ഭൂരിപക്ഷ വർഗീയതയാണ് CPM പുണരുന്നത് എന്ന് പറയാനാണ് ശ്രീകുമാർ ശ്രമിച്ചത്. ശരി, അദ്ദേഹത്തിലേക്ക് എത്താൻ പറ്റിയില്ല. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരികയാണ്. വിസ്മയമായി മാറിയ കാഴ്ചയാണ് നമ്മൾ പരിശോധിച്ചത്. VD സതീശൻ ഇനിയുള്ള ദിവസങ്ങളിലും വിസ്മയവും ബോംബും ഒക്കെ വീണ്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമോ? അത് എങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോവുക? ആർക്കായിരിക്കും വിസ്മയം? ജനങ്ങൾ ഇതിൽ വിസ്മയമായി എന്തിനെയാണ് തിരഞ്ഞെടുക്കുക? അതാണ് കാത്തിരിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ അരുൺകുമാർ, ശ്രീ N. ശ്രീകുമാർ, ഒപ്പം N. ലാൽകുമാർ. ന്യൂസ് അവസാനിക്കുന്നത്.